പ്രസന്റേഷൻ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മദൻ തങ്കവേലു, ജീനോം ബയോളജിസ്റ്റ്, ജീനോം കൺസൾട്ടിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്, ജനറൽ സെക്രട്ടറി, റിസർച്ച് ഡയറക്ടർ, യൂറോപ്യൻ ആയുർവേദ അസോസിയേഷൻ, ജർമ്മനി. അദ്ദേഹം ഓൺലൈൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അതുപോലെ പ്രൊഫസർ ഡോക്ടർ രാം ഗോപാൽ, ഫോർമർ DRDO ഡയറക്ടർ ആൻഡ് ചെയർമാൻ AID. അതുപോലെ ഡോക്ടർ ദീപാസിസ് ബക്ഷി, MBBS PG in Acupuncture, Nanjing University. Recording in progress. Dr. Abdul Ghafoor, Clinical Acupuncture Moxibustion Consultant, Nanjing University, Traditional Chinese Medicine, China. അതുപോലെ നമ്മുടെ CEO, യൂണിവേഴ്സിറ്റി CEO ഡോക്ടർ അബ്ദുസലാം സർ, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്സരി, MD, Markaz Knowledge City, ഡോക്ടർ UK മുഹമ്മദ് ഷെരീഫ്, Managing Director, Tigris Healthcare, Dr. AP Shahul Hamid, Executive Director, Tigris Healthcare, Dr. Manikandan, Chief Research Officer, Healthcare Research Foundation. എന്നിവരൊക്കെ ഈ പരിപാടിയിലുണ്ട്. നമുക്ക് നേരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി കടക്കാം. ഈ ഒരു പരിപാടിയിലേക്ക് ഔദ്യോഗിക സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ടിഗ്രിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ AP ഷാഹുൽ ഹമീദ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Good afternoon, all. The seminar on traditional Chinese medicine for common ailments. ഇതാണ് നമ്മുടെ വിഷയം. ടൈഗ്രീസ് വാലി ഒരു ഹോളിസ്റ്റിക് വെൽനസ് റിസോർട്ട് എന്ന നിലയിൽ പല വൈദ്യശാസ്ത്ര രീതികളെയും സമന്വയിപ്പിച്ചിട്ട് പല ചികിത്സാ രീതികളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ചൈനീസ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. കുറെ ആളുകൾ ട്രീറ്റ്മെന്റ് എടുത്ത് നല്ല പ്രതികരണങ്ങൾ വരുന്നു. അപ്പൊ ഇതൊരു കൂടുതൽ ആളുകളിലേക്ക് ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെമിനാർ നാം തുടക്കം കുറിക്കുന്നത്. വളരെ പ്രാചീനമായ വൈദ്യശാസ്ത്ര വിഭാഗങ്ങളാണ് ചൈനീസ് മെഡിസിൻ, അതേപോലെ ഗ്രീക്ക് മെഡിസിൻ, യുനാനി മെഡിസിൻ, അതേപോലെ ഈജിപ്ഷ്യൻ മെഡിസിൻ, ആയുർവേദ മെഡിസിൻ. ആയുർവേദ ഇന്ത്യയിൽ ഉടലെടുത്തതാണ്. ഇതുപോലെ പേര് പോലെ തന്നെ ചൈനീസ് മെഡിസിൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ്. യുനാനി മെഡിസിനുമായിട്ട് ഗ്രീക്ക് മെഡിസിനുമായിട്ട്, യുനാനി ഗ്രീക്ക് രണ്ടും സെയിം ആണ്, ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു വൈദ്യശാസ്ത്ര വിഭാഗമാണ് ചൈനീസ് മെഡിസിൻ. അതിന്റെ ബേസിക്, അതിന്റെ തിയറീസ്, അതിന്റെ എലമെന്റൽ തിയറി, അതുപോലെ ശരീരത്തിലുള്ള പല ഘടകങ്ങളുടെയും ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം അത് ചൈനീസ് മെഡിസിൻ ഇൻ ആൻഡ് യാങ് തിയറിയിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത്രയും വളരെയധികം സാമ്യതയുള്ള വൈദ്യശാസ്ത്ര വിഭാഗങ്ങളാണ്. അതുപോലെ ഹ്യൂമസ് തിയറി, യുനാനിയിലുള്ള രക്തം, കഫം, അതുപോലെ വാദം, പിത്തം, അതുപോലെ ആയുർവേദത്തിലൊക്കെ പറയുന്ന ഈ തിയറിയും ചൈനീസ് മെഡിസിനിലും വ്യക്തമായിട്ടുണ്ട്. ഇപ്പോ ഈ പരിപാടിയിലേക്ക് കടക്കാം. ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന അലക്സ് തോമസ്, നമ്മുടെ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അധ്യക്ഷം വഹിക്കുന്ന ടിഗ്രിസ് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ UK മുഹമ്മദ് ഷെരീഫ്, കീനോട്ട് അഡ്രസ് ചെയ്യുന്ന ഡോക്ടർ മദൻ തങ്കവേലു, ജീനോം ബയോളജിസ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ജമീല കളപ്പുറം, മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസലാം സാർ, ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ
ഡെമോൺസ്ട്രേഷനും ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ, അതേപോലെ ഡോക്ടർ അനുപമ, ഡോക്ടർ രാം ഗോപാൽ സർ, DRDO സയന്റിസ്റ്റ് ആണ്, അതുപോലെ ഇറിമിന്റെ ചെയർമാൻ കൂടിയാണ്. ഡോക്ടർ ദേവാശിഷ് ബക്ഷി, അദ്ദേഹത്തെയും അതുപോലെ ഡോക്ടർ മണികണ്ഠൻ, ഹെൽത്ത് കെയർ റിസർച്ച് ഫൗണ്ടേഷൻ ചീഫ് റിസർച്ച് ഓഫീസറാണ്. എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ടൈഗ്രിസ് വാലിയിലെ HOD-മാര്, അതുപോലെ യുനാനി കോളേജിലെ സ്റ്റുഡൻസ്, ഹൗസ് സർജൻസ്, ഡോക്ടേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next, I would like to welcome Dr. Madan Tangavelu for the keynote of this. He is the Dean of Bioethics, Genome Consulting, University of Cambridge. He is also General Secretary and Research Director, European Ayurveda Association, Germany. So, we really welcome Dr. Madan Tangavelu for the keynote address. Please, sir. Assalamu alaikum. Namaskaram. Kekamallo? Kekamo? Hello. I hope you can hear me. ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ എൻ്റെ മലയാളം അത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് സമയമെടുക്കും കാര്യങ്ങൾ പറയാൻ. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലോട്ട് മാറിയാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എനിക്ക്. Thank you to all of you in Markaz Knowledge City for having me here with you today. It's a very special day that there is a recognition of acupuncture as a modality for management of human health conditions. And as introduced, the Chinese system is a very important system of medicine. They also have basic principles that are very much like our many of the Indian systems, including Unani, Ayurveda, Siddha, Yoga, etc. And the system has been refined a lot over the centuries, that you can get very exciting physiological effects using simple acupuncture modalities. All of this is happening at a very important time in Indian the developments, global developments in health, and India is in a very privileged position right now. If you will permit me to share my screen, then I will just take you through a few slides just to give you an idea of why this is important. I request the host to enable slide screen sharing. 2 days ago, the Government of India made a very important announcement. The cabinet approved a WHO collaborating center in Gujarat, in Jamnagar. And this is a very important point in our history in terms of formalizing recognition of India's contribution to global health, and also the recognition of traditional systems of medicine and the importance in traditional systems of medicine. Am I permitted? Yes, thank you. So if we have a quick look at where we are today and where things should go, then this is what we can see. The fairly big announcement on 2 days ago saying the government has approved the establishment of this traditional center. What I want to highlight on the right-hand side here is a comment made by our Foreign Minister, Dr. Jaishankar. And I will read out this section here shown in the black background. Dr. Jaishankar goes on to say that we will provide leadership on traditional medicine-related global health matters
and extend our support to member countries of the World Health Organization in shaping policies related to research, practice, and public health. I think it is in this context that the initiative in Kozhikode is very, very important, that there is a big push towards integrated systems of health. And you are already doing it. In the context of today's work, I want to highlight a paper published in 2015, but this work has been going on for a long time by late Professor John C. Longhurst and colleagues in University of California in Irvine at the campus. And this is to do with acupuncture and hypertension, blood pressure. Their studies are some of the most convincing studies I have seen to date on hypertension, long-lasting reduction of blood pressure by electroacupuncture in patients with hypertension. Now, this and the related details are very important to understand, that acupuncture is routinely used in so many health, resolving so many health conditions. When we look at the results of this paper, you will see the very, very exciting statement that there is very effective reduction in blood pressure. And the mode of action is also highlighted, that sympathetic systems and the renin-aldosterone systems are influenced. Now, for us, this might all seem very strange because this knowledge has been refined in mostly in China, and we are very fortunate that today we have colleagues who have trained in some of the best institutes and centers in China. They will be presenting later on. But all I want to highlight here is the details that are there cannot be taken lightly. It will require a lot of practice, a lot of experience, and a lot of confidence in how you go about doing these acupuncture modalities. Professor Longhurst has written about this, particularly on acupuncture and the meridian systems, and he says, what is the modern basis of understanding these effects? It's unfortunate Professor Longhurst is no more, but he connected a lot with the Shanghai group, and I hope that the initiative in Markaz Knowledge City will extend these efforts to connect with teams a little more in other parts of China also. There are many other aspects that I just wanted to very briefly touch on, particularly in the context of Kozhikode. Some of you might recollect in one of my earlier presentations with you people, I talked about the time when Vasco da Gama landed not far from Calicut in the beaches of Kerala. And when he came in 1400 or whenever it was, he came searching for something special. And that search then was for spices and to find the sea route to the spices, the land of the spices. And in my previous presentation, when I was with you people, I had suggested that this story is repeating now, except the search is for good health. People are coming. It feels like people are recognizing that there is something in the Indian systems of medicine where people will want to come to India to learn, and they might follow the same route again with Markaz Knowledge City and the small initiative that we have taken not far from you people in Thrissur, in Cherturthi at the Kerala Ayurveda Samajam. We hope that we will be able to get this kind of traction of visitors coming to India to understand some of this ancient knowledge and aspects. Some of it is waiting to be understood. Some of it will come out of a bit more experimental work with the human body and integrating systems of knowledge. Why is all this important? We talked about hypertension. Hypertension is always mostly connected with cardiovascular diseases. Kerala is an unusual place in that Kerala has very, very high incidence of cardiovascular disease, particularly among the younger people.
We are still not sure why, but it is clear that there is an opportunity for personalizing systems of medicine and looking at cardiovascular disease. And there are many examples. The example from John Longhurst was to do with post-ischemic hypertension, hypertension that comes from ischemic damage in the body. There are many areas where we might be able to become proactive in understanding aspects of health and preventing disease, as shown here, an event that was held in the Department of Cardiology, Medical College in Trivandrum in 1996, once again supported by the World Health Organization, the Ministry of Health and Family Welfare, Government of India. I hope I seem to have lost my screen. Hannah, could you can you, hello, can you hear me? Yes, sir. Hannah, okay, here I'm back. Can you, I hope you can see my screen. And all of this fits into a group of interventions called the non-pharmacological interventions. And here is a new book that has many of these details, non-pharmacological interventions by Professor Gregory Nino in Montpellier in France. And for those who can get hold of this book, you will find a lot of thinking behind what non-pharmacological interventions are. And this Gregory Nino is based in, as said, in Montpellier, the oldest medical school in Europe. There are many links that we can make, particularly between the Unani systems and Europe. You will know Avicenna's Canon of Medicine was one of the premier textbooks used in all medical schools, establishments here in Europe till very recently. How to connect all this with contemporary needs? Ayushman India is a very big initiative that's going on in India that the world is looking forward to. And these initiatives are going to dovetail with the so-called fifth industrial revolution, where it will be events like this, where we will be sharing knowledge across the internet, where we will be sharing huge amounts of information without physically having to move from place to place. People are calling it the fifth industrial revolution. I like to call it a life-based revolution, where initiatives will be more consistent with aspects of the environment, aspects of understanding life, aspects of understanding diversity in lifestyles across the world. What are the initiatives that are going on? This is one event that was held early part of 2019 at the All India Institute of Medical Sciences in New Delhi. This was an event put together by the Medical University in Graz in Austria, the European Ayurveda Association, and INSERM, the French health research organization. And we were looking at this Indo-European workshop was on next generation physiology for healthy lifestyle. So here is a very key phrase, healthy lifestyle, that we have to start worrying about. And this is also connected with physiology for good health and prevention of non-communicable diseases. So these are all the big areas within which the whole world is looking at in terms of physiology, in terms of understanding how these things, how are these changes, how do these non-pharmacological interventions work. We will have to revisit at a much higher resolution things that we have already understood, say aspects of, we've known for thousands of years about therapeutic massage, but we have to learn, we have to revisit, we have to re-understand aspects of the human cell biology. And shown here is the fine anatomy of the cell at the level of single neurons, different types of neurons. Each of these are therapeutic targets where you can start to intervene and cause problems. With this new kind of thinking, including things like acupuncture as important therapeutic modalities, we will understand the two interconnected areas of physiology and pathophysiology for so many conditions. From the physiology side, we will understand a little more about metabolism, embryonic development, immune response. On the pathophysiology side, we have major problems like cancer and stroke and wound healing, myocardial infarction that we talked about briefly. So this is a very exciting time.
All of this is recognized by the big organizations like the Nobel Foundation. Nobel Prizes have been awarded for this work, shown on the left, for work on odorant receptors, how the nasal signaling system can affect health. And last year, the Nobel Prize for Physiology Medicine were given to the two people here on the right-hand side for the discoveries of receptors for temperature and touch. So there are very exciting conversations going on. The initiative in Markaz is a very welcome thing in terms of global health and care. The WHO is looking at all of these things at the global level. I hope Markaz can become a center for learning for the rest of the world, where students from around the world can come and learn about Ayush systems, about how not only Ayush systems, but also the Chinese systems and the Korean systems, and maybe the Japanese systems. I hope all of that can be brought into this discussion. The challenge of convincing contemporary medicine has always remained, it will always remain, and as shown in this quote by John Hewlins Jackson, English neurologist, known for his work on epilepsy. He goes on to say, it will take us 50 years to get a bad idea out of medicine, and maybe 100 years to get a good idea in. But unless we start somewhere, we will never be able to reach those outcomes that we are hoping. So with those few words, I finish off here. I congratulate all of you in Coricode, at Markaz Knowledge Center, for taking this initiative and celebrating today's the special day today, and bringing my vision, as with the Ayush Valley in Cherturthi in Thrissur. My vision is that a strong message about Kerala for health can reach out to the world. Kerala, the small land of Kerala, has always attracted people from around the world. Previously, even visitors from China came to India, to Kerala. And I hope this will be the start of one such event, so I wouldn't call it an event, a new way of presenting Kerala to the rest of the world. So congratulations to all of you at Markaz Knowledge City, and I thank you for having me here with all of you today. Thank you. I hope the next time I'm with you people, I will be able to talk to you in Malayalam. My Malayalam is not, I haven't forgotten, but it takes a little bit of practice for it to come back again. Thanks to all of you, and I finish off here. Thank you. Alex Ward Member Jamila Kalabam, Markaz Knowledge City CEO Dr. Abdul Salam, Dr. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ രാം ഗോപാൽ, ഡോക്ടർ ദബാഷിസ് ബക്ഷി, ഡോക്ടർ മദൻ തങ്കവേലു, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഡോക്ടർ മണികണ്ഠൻ, ഡോക്ടർ ഒ കെ അബ്ദുറഹ്മാൻ, ഡോക്ടർ മജീദ് സർ, ഡോക്ടർ മുസമ്മിൽ, മറ്റു ഡോക്ടേഴ്സ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ഓൺലൈനായിട്ടും സദസ്സുകൾ സന്നിഹിതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, മർക്കസ് നോളജ് സിറ്റിയിൽ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തേതും ഏകവുമായ യുനാനി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു. അതുപോലെ നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജ് അതും മർക്കസ് നോളജ് സിറ്റിയിൽ വരാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന 40 ടൂർ ഓപ്പറേറ്റേഴ്സ് ഈ ഒരു പ്രൊജക്റ്റുകളും പ്രത്യേകിച്ച് ലഗീസ് വാലിയിലെ ആയുഷിന്റെ ഈ സമന്വയങ്ങളും കണ്ടപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ ഇന്ത്യൻ ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ എല്ലാ ചികിത്സകളും ഒരുമിച്ച് കൂടി ഒരു കുടകീഴിൽ കൊണ്ടുവന്ന ഒരേ ഒരു സ്ഥാപനം
അല്ലെ ഒരേ ഒരു ക്യാമ്പസ് ഈ മർക്കസ് യൂണിവേഴ്സിറ്റിയാണ് എന്ന് ഇവിടെ വന്നവരെല്ലാം ഈവൻ രാഹുൽ ഗാന്ധി അടക്കം അല്ലെങ്കിൽ ഇവിടെ വന്ന 7-8 മിനിസ്റ്റേഴ്സ് ടൂറിസ്റ്റ് മിനിസ്റ്റർ റിയാസ് അടക്കം എല്ലാവരും തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും കൂടെ കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് മർക്കസ് യൂണിവേഴ്സിറ്റിയുടെയും ടൈഗീസിന്റെയും പ്രത്യേകത. ഇവിടെ ടൈഗീസ് വാലിയിൽ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ വേൾഡിൽ വളരെ കൂടുതൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം 2 വർഷം മുമ്പ് മാർച്ചിൽ കോവിഡ് വന്ന ഉടനെ തന്നെ ചൈനയിൽ പെട്ടെന്ന് കൺട്രോൾ ആയപ്പോൾ TCM എന്നൊരു ചർച്ച ഗ്ലോബലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രാധാന്യം, ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ പ്രാധാന്യം, അന്ന് നമ്മളൊക്കെ ഒരുപാട് വായിച്ചിരുന്നു. ഇന്ന് അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ ഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാർ പോലത്തെ പ്രസംഗിക്കാനിരിക്കുന്ന ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, കോവിഡ് കഴിഞ്ഞപ്പോ ആൾക്കാർ പൊതുവെ ട്രഡീഷണലിലേക്കും ഹെർബ്സിലേക്കൊക്കെ മടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മേഖലയിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റങ്ങളാണ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള യുനാനി ആയുർവേദ നാച്ചുറോപ്പതി പോലത്തെ ഒരു ചൈനീസ് മെഡിസിനും. അതിലെല്ലാം ഒരു ഇന്ത്യയിലെ കേന്ദ്രമാക്കി മാറാനുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വളരെ പ്രഗത്ഭരായ ഈ വിഷയത്തിൽ ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായവരാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലും ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ് ഗഫൂർ സാറും അദ്ദേഹവും ഇവിടെ സംസാരിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ അടക്കമുണ്ട്. എല്ലാവരും കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ട് ഇതൊരു മരുന്നില്ലാത്ത അല്ലെങ്കിൽ വീണ്ടും കെമിക്കൽ ഉള്ളോട്ട് കൊടുക്കാതെ നാച്ചുറലി ജീവിക്കുന്ന ഹെർബ്സുമായിട്ടും മറ്റൊക്കെ ഫ്ലവേഴ്സായിട്ടും ഫ്രൂട്ട്സ് ആയിട്ട് കണക്ട് ആയിട്ടുകൊണ്ടുള്ള ഈ ഒരു സിസ്റ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുന്നോട്ട് വരണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Next, I would like to call Mr. Alex Thomas, President Koranjali Panchayat, for the official inauguration. Thank you. Good afternoon to all. Respected Dr. Mohammad Sharif, Chairman and Managing Director, Tigris Valley. Dr. Shahul Hamid, Executive Director, Tigris Healthcare. Most respected Dr. Abdul Hakim Asri, Managing Director, Knowledge City. Dr. Madan. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ഈ യോഗത്തിന്റെ അധ്യക്ഷനും ടൈഗ്രീസ് വാലിയുടെ ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ ഷെരീഫ് സാറ്, കൂടാതെ സ്വാഗത പ്രസംഗം ആശംസിച്ച ഷാവുൽ സാറ്, നമ്മുടെ നോളജ് സിറ്റിയുടെ CEO സലാം സാറ്, കൂടാതെ ഓൺലൈനിൽ ഇവിടെ സ്റ്റേജിനും സദസ്സിനും ഇരിക്കുന്ന വിശിഷ്ട ഡോക്ടർമാരെ, മറ്റ് സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒരു ആമുഖ പ്രസംഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന വിധേന പറഞ്ഞു ഉദ്ഘാടന വേളയിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I would like to welcome Professor Muhammad, CEO Markaz University, and former ISRO scientist. To everybody who are assembled in front of me and across the globe through online media.
We have our main supporter for the cause of taking health mission through the non-pharmacological intervention. He's a champion for that, and then a spokesman for that, Dr. Madan Kanhavelu. He's a genome biologist in the University of Cambridge and General Secretary and Research Director for the European Ayurveda Association. And with our panel, there are very eminent personalities that are going to address us today. Dr. Ram Gopal is a former DRDO director and the chairman of the Indian Research Institute for the Integrated Medicine. And we have Dr. Devasis Bakshi. He is an allopathy doctor by profession and a postgraduate in the acupuncture from the Nanjing University, China, where our main presenter, Dr. Abdul Ghafoor, and our consultant for this type of medical practice, they studied together in the Nanjing University, China, for the aspects of medicine. And we have Dr. Manikandan, our Chief Research Officer for, bringing best practices in the public health. So let me switch over to my regional language. We have arranged the session into two. The first session in regional language and second session in English language for the convenience of the researchers, postgraduate students, and our interns. You can interact with the people that are paneled over here with a wide range of experience in the different fields of medicine. So for the audience in front of me, this right എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയപ്പോഴുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? എല്ലാവർക്കും ഹെൽത്ത് പ്രോമിസ് ചെയ്തുകൊണ്ടായിരുന്നു WHO പിറവി അല്ലെങ്കിൽ രൂപം കൊണ്ടത്. യഥാർത്ഥത്തിൽ ഒരു അന്വേഷകന്, ഒരു ഗവേഷകന് ബോധ്യപ്പെടുന്ന വലിയൊരു സത്യം ഉണ്ട്. മാർച്ച് 2020 ലോകം ലോക്ക്ഡൌണിലേക്ക് പോയപ്പോൾ യഥാർത്ഥത്തിൽ നാം കണ്ടത് ഒരു സ്പെയർ പാർട്സ് മാറ്റിവെക്കുന്ന ലാഘവത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിന്റെ അവയവങ്ങളെ മാറ്റിവെക്കാൻ കഴിയും എന്ന് അവകാശപ്പെട്ട തൊട്ടു പിന്നാലെയാണല്ലോ ഈ ഒരു വൈറൽ അറ്റാക്ക് ഉണ്ടായത്. വൈറസ് എന്നുള്ളത് പുതുതല്ല. മനുഷ്യകുലം ഉണ്ടാകുന്നതിനപ്പുറമേ ഫംഗസും വൈറസും ബാക്ടീരിയയും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വൈറസിനെ ഇന്ന് കറക്റ്റ് 24 മാസം പിന്നിടുമ്പോഴും പിടിച്ചു കെട്ടാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമായ ഒരവസ്ഥയാണ് എന്ന കാര്യത്തിൽ ഞാനും നിങ്ങളും യോജിക്കുന്നു. പിടിച്ചു കെട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ strongly believe the motto of the medical science, prevention is better than the cure എന്നത് വിശ്വസിച്ചുകൊണ്ട് തന്നെ 24 മാസം പിന്നിടുമ്പോൾ ഒരു അന്വേഷകനെ മനസ്സിലാവുന്നത് ഒരു ഡ്രഗ് പോലും കണ്ടുപിടിക്കാൻ വൈദ്യശാസ്ത്രത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതെല്ലാവരും സ്വന്തം മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് വേൾഡിൽ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ ലിറ്ററേച്ചർ തന്നെ നമ്മോട് പറഞ്ഞു തരുന്നത് വേറൊരു സത്യമുണ്ട്. ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്സിൻ ഗിനിപിഗിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഏറ്റവും വിലപ്പെട്ട മനുഷ്യനിലേക്ക് അത് കൊടുക്കാൻ പാടൂ എന്നതാണ്
വൈദ്യശാസ്ത്രം നമ്മോട് തന്നെ പഠിപ്പിച്ച സത്യം. ഈ പ്രോട്ടോകോൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് പിന്നെ അതിന്റെ ടെസ്റ്റിംഗ് മനുഷ്യപുത്രന്മാരിലേക്ക് കോടിക്കണക്കിന് വാക്സിനേഷൻ നടത്തുന്നതാണ് നാം പിന്നെ കണ്ടത്. തരിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അവരുടെ, അതായത് മോഡേൺ മെഡിക്കൽ സയൻസിനെ ഫോളോ ചെയ്യുന്ന, അതാണ് നമ്മുടെ ആഗ്രഹം. 5-1 ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു കേരളത്തിൽ പോലും എന്ന് പറയുമ്പോൾ ചെറിയ വിഷയമല്ല അത്. ഐ നോ, ഐ എം റെസ്പെക്ടിങ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദ മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ്. ഡോക്ടർ മജീദ് is here, Dr. Shamsuddin, one of the very senior most professor and the superintendent of the 2 largest medical hospitals in Kerala is there. ഞാൻ എൻ്റെ ഖേദമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഈ ഒരു അവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഞാൻ അമേരിക്കക്കാരനാണെങ്കിൽ ഒരു വാക്സിന്റെ സൈഡ് ഇഫക്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് എനിക്ക് റിട്ട് ഹർജി ഫയൽ ചെയ്യാം. ഇന്ന് എനിക്കതിന് സാധ്യമല്ല. സംവിധാനം എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസന്റെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്കെതിരെയുള്ള ലിറ്റിഗേഷൻ കേസുകൾ മുഴുവൻ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രി അടച്ചുപൂട്ടേണ്ടി വരും. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന വലിയ കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും. അത്രമാത്രം ഭീമമായ സംഖ്യ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്നാണ് റീസെന്റ് റിപ്പോർട്ട്, 1 month ago വന്ന റിപ്പോർട്ടാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടില് നമ്മൾ ജീവിച്ചു വരുമ്പോൾ സാധാരണ ഒരു കടങ്കഥ പോലെ ചോദിക്കാറുണ്ട്, ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മൊട്ട എന്നുള്ളത്. കയ്യിൽ നിന്ന് വീണുപോയാൽ പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു വസ്തുവല്ല ഹ്യൂമൻ ബീയിങ് എന്നൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പല ലിറ്ററേച്ചറും നമുക്ക് പറഞ്ഞു തരുന്നത്, ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്, ഒരു കുട്ടി ജനിച്ചു വീഴുന്നത്. ഞങ്ങൾ അബുദാബി ജീവിക്കുമ്പോൾ കമ്പൾസറി ആണ് പിതാവ് ലേബർ റൂമിൽ വേണം. ഇപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കി ഞാൻ കേട്ടു. പിതാവ് കൂടെ നിൽക്കണം. ആ കുട്ടി വരുന്നത് നമുക്കിങ്ങനെ കാണാം. എൻ്റെ കയ്യിലേക്ക് സിസ്റ്റർ കുട്ടിയെടുത്ത് തരുമ്പോൾ ഞാൻ ഷോക്കായി പോയി. എൻ്റെ വൈഫിന്റെ റീപ്ലിക്ക. എനിക്കൊരു എഫേർട്ടും ഉണ്ടായിട്ടില്ല. ഒരു സോപ്പ്, 100 ഗ്രാമിന്റെ ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞു തന്നത്, നമ്മുടെ മെഡിക്കൽ പ്രൊഡക്ഷൻ സെന്റർ പറഞ്ഞു തന്നത്, അത് ചൂടാക്കണം, തണുപ്പിക്കണം, ചേർക്കണം, കൊയാഗുലേഷൻ, എന്തൊക്കെയോ പ്രോസസ്. ഒരു 100 ഗ്രാം സോപ്പിന് വേണ്ടി നാം നടത്തുന്ന ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് മാത്രം കണക്കെടുത്ത് നോക്കിയാൽ മനോഹരമായ കംപ്ലീറ്റ് അനാറ്റമി, ഒരു റീപ്ലിക്ക, എ മൈന്യൂട്ട് മോഡൽ ഓഫ് മൈ വൈഫ്, ഹർ മദർ കെയിം വിത്തൗട്ട് എനി എഫോർട്ട്. ഞാൻ ഷോക്കായി പോയി. പുരികം മുതൽ നഖം മുതൽ ഇത്രയും. ഞാനത് കൂട്ടി വായിക്കുന്നത്, നമ്മുടെ വീരപ്പൻ 5 പ്രസവവും നടന്നത് കാട്ടിലാന്ന് കേട്ടില്ല. അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് വന്നൊരു കഥയും ഞാൻ ധരിച്ചു പിറക്കി നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം കൂട്ടി വായിക്കുമ്പോഴാണ് സംതിങ് ഇസ് റോങ് സംവെയർ എന്ന ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാകുന്നത്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, ആയുർവേദം ഇന്ത്യയുടെ ഒരു സമ്പത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ. കൊട്ടക്കൽ ആര്യവൈദ്യശാല എന്ന് പറയുന്നത് വൈദ്യന്മാരുടെ ഒരു പരമ്പര തന്നെ, നൂറ്റാണ്ടുകളിലൂടെ കൈമാറപ്പെട്ട ഒരു സയൻസ് നമുക്ക് സമ്പത്തായുള്ളപ്പോൾ ലാബില് സിന്തസൈസ് ചെയ്ത കെമിക്കൽ മോളിക്യൂൾസ് കഴിക്കാൻ വിധിക്കപ്പെടേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടോ? ഞാൻ അംഗീകരിക്കുന്നു. മോഡേൺ അലോപ്പതിക് മെഡിസിൻ പ്രാക്ടീസസ് 200 വർഷം പാരമ്പര്യമുള്ള, 2 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള മോഡേൺ മെഡിസിന് മുന്നോട്ട് വെച്ച റിസർച്ച് മെത്തഡോളജികൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വരദാനമായി കിട്ടിയ മഹർഷിമാരുടെയും മുനിമാരിലൂടെയും കാടിനെയും നാടിനെയും മനുഷ്യനെയും പ്രകൃതിയെയും തൊട്ടറിഞ്ഞ മഹർഷിമാരിലൂടെയും മുനിമാരിലും കിട്ടിയ ആ വൈദ്യസമ്പത്തിനെ എങ്ങനെയാണ് റിസർച്ച് മെത്തഡോളജി ആർക്കും കുത്തകയല്ല എന്ന് പറയാൻ കാരണം എന്താണ്? മാർച്ച് 22-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നത്. ലോക്ക്ഡൗൺ വരും എന്ന ഭയം കൊണ്ട്.
അന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ യുനാനി, കേരളത്തിലെ ഒരേ ഒരു യുനാനി മെഡിക്കൽ കോളേജ്, അനേക വർഷം പാരമ്പര്യമുള്ള യുനാനി വൈദ്യസത്തിന്റെ 3 പ്രൊഫസർമാരുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ കേൾക്കുന്ന കഥ? ഒരു കുരങ്ങിനെ പോലെ, സിംഹത്തെ പോലെ, പുലിയെ പോലെ കൂട്ടിലടപ്പെട്ട് ജീവിക്കേണ്ടതാണോ മനുഷ്യൻ? ലോക്ക്ഡൌണിലൂടെ അവൻ എങ്ങനെ കഴിഞ്ഞുകൂടും? നിങ്ങളുടെ കയ്യിൽ തരാനൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ നമ്മുടെ കറന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാഹുൽ ഹമീദ് സാഹിബ് പറഞ്ഞു, ഞാൻ കർണാടകയിൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ ഉപയോഗിച്ച സാധനമാണ് അർക്കേജീബ് എന്ന് പറഞ്ഞു. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കിയ സാധനം ഉണ്ട്. സാറിന് ഇപ്പോ കാണിച്ചിട്ടാന്ന് ലാബിൽ ചെന്നുകൊണ്ട് സോളിഡ് സ്റ്റേറ്റിലിരുന്ന മിന്റും അഥവാ തുളസിയും, അതിന്റെ സോളിഡ് സ്റ്റേറ്റിലുള്ള ക്രിസ്റ്റൽസ് തുളസിയും, പണ്ടൊക്കെ വയറുവേദന വരുമ്പോൾ വീട്ടിൽ അമ്മമാര് തന്നിരുന്ന അയമോദകവും അതിന്റെ ക്രിസ്റ്റലും, പിന്നെ കർപ്പൂരത്തിന്റെ ക്രിസ്റ്റലും 3 എടുത്ത് കൊണ്ടുവന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് മിക്സ് ചെയ്ത് കാണിച്ചു, സാർ ഇത് കൊണ്ടേക്കുള്ളൂ, ഒരു വൈറസും സാറിന് അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു കുപ്പിയിൽ അതുമായിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് 15 ദിവസം കൂട്ടിൽ അടക്കപ്പെടാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് പോകുന്നതും പിന്നെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. സ്പെഷ്യൽ പെർമിഷൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു പറഞ്ഞ്, പോലീസ് കമ്മീഷണർ വിളിച്ചു പറഞ്ഞിട്ടാണ് എനിക്ക് പാസ് കിട്ടിയിട്ട് തിരിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. ഈ സാധനം ഉണ്ടാക്കിയത് നമ്മളെല്ലാവർക്കും വിതരണം ചെയ്ത് ഈ സിറ്റിയുടെ വർക്ക് മുടങ്ങാതെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു ക്ലാസിക്കൽ മെഡിസിന് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ആവേശത്തോടു കൂടി പഞ്ചായത്തിലേക്കും ഗവർണറത്തേക്കും ഗവൺമെന്റിലേക്കും ചെന്നപ്പോൾ നമ്മളോട് നിരാശപ്പെടുത്തിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് എ സൂഡോ സയൻസ്. അപ്പൊ ഞാനൊന്ന് ക്ലാസിക്കൽ ഡെഫിനിഷൻ സൂഡോ സയൻസ് വല്ലതും ഉണ്ടോ എന്ന് ഒരു ആഴത്തിൽ പഠിച്ചു നോക്കിയപ്പോൾ അവർ വെരി ഡെഫിനിഷൻ ഓഫ് സൂഡോ സയൻസ് നിങ്ങളുടെ ഈ മെഡിസിൻ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്, ഇതിൽ റിസർച്ച് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ഫോഴ്സ്ഡ് ടു ഗോ ഫോർ വാട്ട് ഈസ് ദ റിസർച്ച് മെത്തഡോളജി. എന്റെ PhD ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണോ സെയിം മെത്തഡോളജി? അല്ല, അതല്ല മെത്തഡോളജി. ഇതിൽ 3 മെത്തഡോളജിയാണ് ഉള്ളത്. ഒന്നവർ പറഞ്ഞു യു നീഡ് ടു ഹാവ് എൻ പ്രോട്ടീൻ അനാലിസിസ്, സെക്കൻഡ് യു നീഡ് ടു ബയോആക്റ്റീവ് ടെസ്റ്റ് യു ടു ഡു, ആൻഡ് ദെൻ തേർഡ് ഈസ് ദി ക്ലിനിക്കൽ ട്രയൽ. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചോദിച്ചു, can anybody can take this responsibility of conducting an efficacy test for this archaeology? സ്റ്റുഡൻസ് മുന്നോട്ട് വന്നു, റിസർച്ചേഴ്സ് മുന്നോട്ട് വന്നു. ഞങ്ങൾ ഇതിൽ PhD ചെയ്യുന്ന ഒരാളെ എൻഗേജ് ചെയ്തു. ഈ സാധനം അർക്കേജീബ് അന്ന് ഒരു കോവിഡ് ഞാൻ ഓർക്കുന്നുണ്ട്. മാഡം ഒക്കെ അന്ന് ഞങ്ങൾ ടെൻഷനാക്കിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ കോവിഡ് സെല്ലിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ പുറത്ത് ഇറങ്ങി വരുമ്പോൾ ഒരു ദിവസത്തേക്ക് 2000 രൂപ വന്നിരുന്ന കാലം. ആ കാലത്താണ് വെറും 15 രൂപക്കോ 30 രൂപക്കോ ഈ സാധനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതെന്ന് യാഥാർത്ഥ്യമാണ്. സത്യത്തിന്റെ പൊരുൾ അവിടെ കിടക്കുന്നത്. ഞങ്ങൾ ടെസ്റ്റ് അയച്ചു. ടെസ്റ്റ് റിസൾട്ട് നമ്മളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അവർ പറയുന്നത് ഈ ഒരു ഫോർമുലക്ക് ലങ്സിലുള്ള പ്രത്യേകതരം എൻസൈമുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. this medicine or this combination of this medicine has got a capacity to protect the enzymes, the very delicate enzymes of the lungs. ആ എൻസൈംസിനെ ആണ് അത്ര അതിന്റെ സ്പൈക്ക് COVID-19 സ്പൈക്ക് എന്ന് പറയുന്നത് പ്രോട്ടീൻ ചെയിൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുണ്ട്. അതുകൊണ്ട് യു ഷുഡ് പോപ്പുലറൈസ് ദിസ് എന്നുള്ള മെസ്സേജാണ് എനിക്ക് ലാബിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞങ്ങൾ പിടിച്ചിരുന്നില്ല. എല്ലായിടത്തും നടന്ന് എന്തായാലും എന്നോട് ഡോക്ടർ ഷെരീഫ് കണക്ക് പറഞ്ഞു 2 ലക്ഷത്തോളം അല്ലെ ഞങ്ങൾ പിന്നെ അർക്കാബി വിതരണം ചെയ്തത്. 2 lakhs pieces we have distributed across. And it gives a very good result. ഏറ്റവും അമേസിംഗ് ആയിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കോവിഡ് സെന്ററിൽ 21 പേരിലേക്ക് നമ്മൾ എത്തിച്ചു. അതിൽ ഒന്ന് കുട്ടിയായിരുന്നു. 20 പേരും നെഗറ്റീവായി 3rd day പുറത്തു വന്നു എന്നുള്ളതും കുട്ടി വായിക്കേണ്ടതാണ്. The point here is, എൻ്റെ ടോക്കിന്റെ എസെൻസ് എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ലാത്ത ഒരു ലാഭേച്ഛ കടന്നുകൂടി മെഡിസിനിൽ. 2000 ഇരട്ടി പ്രോഫിറ്റ് എടുക്കുന്ന ഒരേ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ 2000 ഇരട്ടി ഞാൻ ഒരു കമ്പനിയുടെ അഡ്വൈസറി പാനലുണ്ട്. അത് ഫാർമസ്യൂട്ടിക്കൽ മോഡേൺ മെഡിസിന്റെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയിൽ ഞങ്ങൾ വാശി പിടിക്കുന്നുണ്ട് ജനറിക് മെഡിസിനെ മനുഷ്യന്
അവന്റെ പോക്കറ്റിനനുസരിച്ച് കൊടുക്കാൻ പാടൂ എന്നുള്ള വാശി പിടിക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ അവർ പറഞ്ഞൊരു സത്യമുണ്ട്, 2000 ഇരട്ടിയോളം ലാഭമെടുക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ that industry name is called the pharmaceutical industry. 15 trillion is the estimated budget of the pharmaceutical industry for the year 2025, and they rule the world. ഇവിടെ മനുഷ്യസ്നേഹികളായ ആളുകൾക്കുള്ള ഉത്തരവാദിത്വമാണ് ഈ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത്. അത് എന്തെല്ലാം അവൈലബിൾ ആണോ, ബെസ്റ്റ് പ്രാക്ടീസ് ഓഫ് ഓൾ ദ പ്രാക്ടീസ്, കുഡ് ബി അലോപ്പതിക് മെഡിസിൻസ്, കുഡ് ബി അക്യുപങ്ക്ചർ, കുഡ് ബി യുനാനി, കുഡ് ബി നാച്ചുറോപ്പതി. അതാണ് മർക്കസിന്റെ ലക്ഷ്യം. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. നമ്മുടെ ലക്ഷ്യം സേവ് ഹ്യൂമാനിറ്റി. അതുകൊണ്ട് തന്നെ Markaz Knowledge City, the vision of the Markaz Knowledge City is to connect global resources for humanity. To connect global resources for humanity. Health sector-ൽ നിങ്ങൾ കണ്ടു, പ്രഗത്ഭർ മുഴുവൻ നമ്മൾ കണക്ട് ചെയ്തു എന്നതുപോലെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും, പട്ടിണിയാകട്ടെ, രോഗമാകട്ടെ, കരണ്ടാകട്ടെ, വെള്ളമാകട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കാൻ ലോകത്തുള്ള എല്ലാ വിഭവശേഷിയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള യത്നത്തിലാണ് മർക്കസ് നോളജ് സിറ്റി. അതിൻ്റെ യാത്രയിലാണ് അതിൻ്റെ MD ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി. വരേണ്ടതാണ്, ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞു വന്ന് എത്രയോ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഴുതി വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഗവേഷണവും എക്സ്ചേഞ്ച് ഓഫ് സ്റ്റുഡൻസും അതിനുവേണ്ടിയുള്ള യാത്രയിലാണ് അതിൻ്റെ MD. ടു ബ്രിങ് ദ റിസോഴ്സസ് ടു സാറ് അവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ മലയോര ഗ്രാമത്തിലേക്ക് അതിലെ ആളുകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, 3 പഞ്ചായത്തുകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ നോളജ് സിറ്റി എന്തെല്ലാം വിഭവങ്ങൾ ലോകത്തെവിടെയൊക്കെ ഉണ്ടോ അത് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ മനുഷ്യത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യത്നത്തിലാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന അക്യുപങ്ക്ചർ എന്നുള്ളത്. ഇത് അമേരിക്കൻ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് 1970s അന്നത്തെ ENT സർജനായ ഡോക്ടർ ഫിസ് ജെറാർഡാണ് അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ വളരെ പോപ്പുലറാണ്, മിഡിൽ ഈസ്റ്റിൽ പോപ്പുലറാണ്. ഇൻക്ലൂഡിങ് ഞങ്ങളിവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഡോക്ടർ മജീദ് ഇവിടെ ഉണ്ട്, ഡോക്ടർ ഷംസിൽ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അനസ്തേഷ്യ ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണം കൂടി അക്യുപങ്ക്ചറിലൂടെ ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വേദന ഇല്ലാതെ പ്രസവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെ കുറിച്ചും ഞങ്ങൾ ഡോക്ടർ മജീദ് എസ്പെഷ്യലി അത്തരം ആളുകളുമായി ഓൾറെഡി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതും നോളജ് സിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെ ഹെൽത്ത് രംഗത്ത് ഏതെങ്കിലും ടിബറ്റൻ പ്രാക്ടീസ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. കൊറിയൻ ടീമായിട്ട് സംസാരിച്ച്, നോർത്ത് കൊറിയയിലാണ് ഈ അതായത് ഹൈഡ്രോതെറാപ്പിയിൽ ബെസ്റ്റാണ് കൊറിയ. അതിലെ ഏറ്റവും എക്സ്പേർട്ടായിട്ട് ഒളിമ്പിക്സിലെ ആളുകൾക്ക് ട്രെയിൻ ചെയ്യുന്ന ആളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ചികിത്സാ രീതിയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു. ആയുർവേദ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി, യോഗി സയൻസ്, എന്താണോ മനുഷ്യന് ഉപകാരമുള്ളത്, മനുഷ്യത്വം നിലനിർത്താനും അവന്റെ ആരോഗ്യം നിലനിർത്താനും എന്തൊക്കെ എവിടെയുണ്ടോ അതെല്ലാം ഈ ഒരു മലയോര പ്രദേശത്ത് കൊണ്ടുവന്ന് ഒരു റോൾ മോഡൽ സൃഷ്ടിക്കാനുള്ള യത്നത്തിലാണ് മർക്കസും അതിന്റെ MD ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് നിങ്ങൾ മുമ്പിലിരിക്കുന്നത്. സോ എല്ലാവരോടും അതിന് സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിന്റെ 10 കോഴ്സിൽ 9 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കുള്ള മാറ്റം എനിക്ക് തന്നെ പറയണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല. ഡോക്ടർ വന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചെന്നു, എൻ്റെ നാഡി പിന്നെ അദ്ദേഹം തൊട്ട് നോക്കി. ഒരു നാട് പിടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് രോഗം പറയാനുള്ളിടത്താണ് നമ്മൾ CT സ്കാനിങ്ങും MRI സ്കാനിങ്ങും പിന്നെ വേറെന്തൊക്കെ സ്കാനിങ് വരാൻ പോകുന്നുണ്ട്. സംതിങ് ബിഗ് റോങ് ഈസ് ഹാപ്പനിങ് സംവെയർ എന്ന് വല്ലാതെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് എനിക്കുള്ള രോഗങ്ങളും. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഡോക്ടർ കഫൂറിനെ എൻ്റെ നരമ്പ് പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ട്, അതാണ് ഞാൻ പോകണമെങ്കിൽ CT സ്കാനിങ്ങിൽ ചെയ്യണം അത്ര പറയുകയാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എനിവേ some big wrong is happening somewhere and we need to correct. We should be the catalyst to correct the practices happening in the world.
And അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Thank you very much. Thank you, sir. Tigris Sharpelsന്റെ വെൽനസ് കിറ്റ് സമർപ്പിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് സാറിനെയും അതുപോലെ വാർഡ് മെമ്പർ ജമീല കളപ്പുറത്തെയും ക്ഷണിക്കുന്നു. നൽകാൻ വേണ്ടി മർക്കസ് യൂണിവേഴ്സിറ്റി സിഇഒ ഡോക്ടർ അബ്ദുസലാം സാറിനെയും ഡയറക്ടേഴ്സായ ഡോക്ടർ ആഫിദ് കെ ഷെരീഫ് സാറിനെയും ഷാബു സാറിനെയും ക്ഷണിക്കുന്നു. Is the president of the National Acupuncture. We are fortunate to have cultural attaché of the Libyan embassy in Delhi, and he is here to understand what we can provide to Libya, and then to what we can get from Libya, which means that all world is looking at us for exchange of culture, education, and especially in the medical field. Can you say a few words to them? A few words. Assalamu alaikum. Thank you for opportunity. Actually, we are here to see, to explore what the opportunities that we can do, what cooperations that we can do with the Markaz here. Our investor has visited this Markaz before, and now I'm visiting here, and they have actually found very good infrastructure, very good education centers, very good culture and medical centers. And we have discussed a lot of issues that can be done with here with the Markaz. Hopefully, in the near future, we'll have very, very good cooperation. Thank you very much. Thank you very much. Thank you very much. From you, what you made here, lovely. Thank you. Here, if you have time, you can see traditional Chinese medical practices for several illness which people are facing, such as high BP, sugar level high, cholesterol high, even to the certain type of cancer. So very different practices that the idea of the wellness center here is to bring all best practices to give wellness to the people. So one of the practices is going to be getting demonstrated by Dr. Abdullah. Please. Please. Let's see. Next, it's time for the demonstration and the presentation. So I would like to invite Dr. Abdullah for presenting the introduction of regional Chinese acupuncture and treatment model. Good evening all. സമയം വളരെ ലിമിറ്റഡ് ആണ്. നേരെ വിഷയത്തിലേക്ക് പോകണം. എന്നുവെച്ചാൽ ലോകത്തെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള വൈദ്യശാസ്ത്രങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മെഡിക്കൽ സയൻസ്. ഇത് WHO നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, എൻ്റെ നിർവചനമല്ല. സെക്കൻഡ് ഡെവലപ്ഡ് മെഡിക്കൽ സിസ്റ്റം ഇൻ ദ വേൾഡ്. അങ്ങനെയുള്ള ഒരു മെഡിക്കൽ സിസ്റ്റത്തെ, ഒരു മെഡിക്കൽ സയൻസിനെ നിങ്ങളെ മുമ്പിൽ ഒരു 10-40 മിനിറ്റ് കൊണ്ട് എനിക്ക് പരിചയപ്പെടുത്തണം. അത് വലിയൊരു ബാധ്യതയും വലിയൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് ആ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടാവും. ആ വൈദ്യശാസ്ത്രം കുറെ മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, അതിന്റെ സയന്റിഫിക് ബേസിസ് എന്താണ്, അതിന്റെ എത്രത്തോളം ഒരു തെറാപ്യൂട്ടിക് എഫിക്കസി ഈ മെഡിക്കൽ സയൻസിനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോ ആമുഖം കൊണ്ട് സമയം കളഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വളരെ ധന്യമായ ഒരു അവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പുതിയൊരു സംവിധാനം തന്നെ അക്യുപഞ്ചറിന്റെ പുതിയൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു എന്നുള്ളത് ഈ ഒരു അവസരത്തിന്റെ പ്രാധാന്യം ഒന്നാമതായി എടുത്തു പറയാവുന്നതാണ്. രണ്ടാമത്തത്, നമുക്ക് ഈ ഒരു ഇവന്റിലേക്ക്, ഈ ഒരു സമയത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരുപാട്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് സമാന്തര വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ക്ലെയിംസ് ആണ്. എന്ന് വെച്ചാൽ തനിക്ക് ചെയ്യാൻ കഴിയാത്തതും ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും പല അസുഖങ്ങളെക്കുറിച്ചും ധാരണയില്ലാത്ത രീതിയിൽ അഷ്യൂരിറ്റി ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമാന്തര വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങളും അതിന്റെ കൺട്രോൾഡ് സ്റ്റഡീസിന്റെ റിസൾട്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു ഖേദകരമായ ഒരു അവസ്ഥ ഇന്ന് എല്ലാ വൈദ്യശാസ്ത്രവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഗവേഷണത്തിന്റെയും കൺട്രോൾഡ് സ്റ്റഡിയുടെയും പ്രസക്തി. നമുക്കറിയാം, ഒരു സയന്റിസ്റ്റ്, ഒരു ഗവേഷകൻ, ഒരു റിസർച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിന്റെ, ഏതൊരു വിഷയത്തിന്റെ ആ ഒരു വിഷയം അവർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഏതൊരു വിഷയത്തെയും മുട്ടിനാരിഴ കീറി ഇറങ്ങി ചെന്ന് പഠിക്കാൻ കഴിവുള്ള ആളുകളാണ് സയന്റിസ്റ്റുകൾ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിൽ വളരെയധികം പ്രശസ്തരായിട്ടുള്ള, വളരെയധികം കഴിവുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇന്ത്യയിൽ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള രാംഗോപാൽ സാർ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളാണ്. ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള, നമുക്കറിയാം പൊക്രാനിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയ വ്യക്തി, നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ കൂടെ പ്രവർത്തിച്ച ആൾ, വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അദ്ദേഹം, ഈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ മെമ്പർ, WHO ഫെലോ, നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, തുടങ്ങി ഒട്ടനവധി തലങ്ങളിൽ ആരോഗ്യ രംഗത്ത് പഠനങ്ങളും ഗവേഷണങ്ങളും ധാരാളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം നമ്മോട് സംസാരിക്കാൻ ഇരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതാണ്. ഒന്നാമത്തെ, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് വളരെ വലുതാണ്. അതുപോലെ നമുക്കറിയാം തങ്കവേലു സാർ, അദ്ദേഹവും ഇത്തരത്തിൽ വളരെ ആധികാരികമായിട്ട് നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ ഡോക്ടർ ദേവസിസ് ബക്ഷി, അദ്ദേഹം കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞിട്ട് ഒരുപാട് വർഷക്കാലം ഈ സമാന്തര വൈദ്യശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും 1978 ചൈനയിൽ പോയിട്ട് അക്യുപഞ്ചറിന്റെ തനതായ രീതിയിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കോഴ്സ് പാസ്സായി തിരിച്ചു വന്നു. ഇന്ത്യയിലെ ഡോക്ടർ ബിജോയ് കുമാർ ബാസുവിന്റെ പ്രഥമ ശിഷ്യനായി പഠിക്കുകയും, ബിജോയ് കുമാർ ബാസു അദ്ദേഹം ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. 1938 അദ്ദേഹം ചൈനയിൽ നടന്ന സിവിൽ വാറിൽ ഇന്ത്യ ഒരു മെഡിക്കൽ മിഷനെ ചൈനയിലേക്ക് അയച്ചിരുന്നു. കുട്നീസ് കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്, കുട്നീസ് മിഷൻ. കുട്നീസിന്റെ നേതൃത്വത്തിലാണ് ആ ചൈനീസ് മെഡിക്കൽ മിഷൻ ചൈനയിലോട്ട് പോയത്. അത് ചൈനീസ് ഗവൺമെന്റിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് സഹായം ചെയ്തതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ ഇവിടുന്ന് പോയിട്ടുള്ള ഡോക്ടർ കുട്നീസിന്റെ നേതൃത്വത്തിൽ പോയിട്ടുള്ള മെഡിക്കൽ മിഷൻ ചൈനയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ ബക്ഷി സാർ നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം മെഡിക്കൽ മിഷനിൽ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു സേവനം കൊടുക്കുകയും അതിൽ ചൈനീസ് ഗവൺമെന്റ് ഇംപ്രസ്ഡ് ആവുകയും നിങ്ങൾക്ക് പ്രത്യുപകാരമായി എന്ത് വേണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് ചൈനീസ് അക്യുപഞ്ചർ, അപ്പൊ എത്രത്തോളം ഈ യുദ്ധമുഖത്ത് പോലും അനസ്തേഷ്യ ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെഡിസിൻ തൂക്കി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം മലമുകളിൽ നേരിട്ട സമയത്ത് അക്യുപഞ്ചർ എത്രത്തോളം സേവനം നൽകി എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ വൈദ്യശാസ്ത്രത്തെ അതിൻ്റെതായ രീതിയിൽ പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പൊട്ടനാനയെ കണ്ട പോലെയാണ് അക്യുപഞ്ചർ പല രോഗത്തും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ അക്യുപഞ്ചർ അവിടെ പോയി കണ്ടു, സ്വന്തമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. കൊറിയയിൽ ഒരു രീതിയിൽ, ശ്രീലങ്കയിൽ വേറൊരു രീതിയിൽ, ജപ്പാനിൽ വേറൊരു രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു രീതിയല്ല, അതിന്റെ തനതായ സിസ്റ്റം, ഞങ്ങൾക്ക് അതിൻ്റെതായ മെത്തഡോളജിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഡോക്ടർ ബിജോയ് കുമാർ ബാസുവിന്റെ നേതൃത്വത്തിൽ, കാരണം ഡോക്ടർ കുട്നീസ് അവിടെ തന്നെയുള്ള ഒരു ചൈനീസിന് വിവാഹം കഴിച്ച് അവിടെ സെറ്റിലായി. അതിനുശേഷം സെക്കൻഡ് ടു കുട്നീസ് എന്ന് പറയുന്ന ഡോക്ടർ ബിജോയ് കുമാർ ബാസുവാണ്. അദ്ദേഹം
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിന്നീട് ഒരു ഗ്രൂപ്പ് ചൈനയിലോട്ട് പോവുകയും അക്യുപഞ്ചർ ആധികാരികമായിട്ട് പഠിക്കുകയും അത് തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹമാണ് ആദ്യമായി ഇവിടെ വെസ്റ്റ് ബംഗാളിലാണ് പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ മാർച്ച് 1 നാഷണൽ അക്യുപഞ്ചർ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ സർ ഒന്ന് ആ ഫോട്ടോ അതെ, ഇതാണ് ഡോക്ടർ ബിജോയ് കുമാർ ബാസു. അദ്ദേഹം വെസ്റ്റ് ബംഗാളുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനാണ് ഡോക്ടർ ദേവസിസ് ബക്ഷി. അദ്ദേഹം ബി കെ ബാസുവിനെ കുറിച്ചും ബാക്കിയുള്ള ഇമ്പോർട്ടൻസ് ഓഫ് അക്യുപഞ്ചറിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കും. ഏതായാലും കേൾക്കാൻ പറ്റൂലേ? ഓക്കെ. അപ്പൊ ഏതായാലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായി 47 വർഷക്കാലം അക്യുപഞ്ചറിലെ ഫുൾ ടൈം അക്യുപഞ്ചറിസ്റ്റായി ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അക്യുപഞ്ചർ മെഡിക്കൽ കൗൺസിൽ അഫിലിയേറ്റഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പലും ആയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ദേവസിസ് ബക്ഷി. അദ്ദേഹം 7ഓളം റിസർച്ച് പ്രോജക്റ്റുകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിച്ച വ്യക്തികളാണ് ഈ പറയുന്ന രണ്ടുപേരും. അക്യുപഞ്ചറിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എന്തുകൊണ്ടും കഴിവുള്ള 2 വ്യക്തികളാണ് നമുക്ക് ശേഷം വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം സലാം സാർ ഒരു ISRO സയന്റിസ്റ്റ് ആണ്. അദ്ദേഹവും നമുക്കറിയാം ഇതേപോലെ മുടിനാരിഴ കീറി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹം ഫസ്റ്റിൽ തന്നെ കൺസൾട്ടേഷനിൽ തന്നെ അക്യുപഞ്ചറിനോട് അദ്ദേഹത്തിന് ഒരു താല്പര്യം തോന്നി എന്ന് എനിക്ക് മനസ്സിലായി. അതിന് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്തരത്തിലുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റിയും ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കുന്നതിന്റെ രീതിക്കും വ്യത്യാസമുണ്ടാകും. കാരണം കാര്യങ്ങൾ എപ്പോഴും ശാസ്ത്രീയമായി ആളുകളുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ എല്ലാ മോഡേൺ മെത്തഡോളജീസും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു സന്ധ്യയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എത്തിച്ചേർന്ന ആളുകൾ ഇത്തരം പേഴ്സണാലിറ്റീസിന്റെ മുമ്പിൽ തന്നെ നമുക്ക് ഈ വിഷയം കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ MTBിഷിന്റെയും അതുപോലെ തന്നെ EDയും അതുപോലെ തന്നെ വളരെ നന്നായി ഈ പ്രോഗ്രാം എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത ഡോക്ടർ മുസമ്മിൽ, അതുപോലെ എൻ്റെ കൊളീഗ് ഡോക്ടർ അനുപമ തുടങ്ങി ആരെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടാവും. വാർഡ് മെമ്പർ, സോറി, 5ാം ദിവസം ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ ഏതായാലും സമയക്കുറവ് കൊണ്ടാണ് ഈ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടി വരുന്നത്. എന്തായാലും ഇന്നത്തെ കാലത്ത് നമുക്ക് വലിയൊരു പ്രശ്നം നമുക്കറിയാം. ഒരുപാട് വൈദ്യശാസ്ത്രങ്ങൾ കേട്ട് ഫെഡപ്പായി നിൽക്കുമ്പോഴാണ് പുതിയൊരു സിസ്റ്റം കൂടി ഇല്ലേ. ഇനി എന്തിനാ ഇപ്പൊ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അക്യുപഞ്ചർ, എന്തിനാണ് ഇപ്പൊ ഇതിന്റെ ആവശ്യം? അക്യുപഞ്ചറിന്റെ ആവശ്യം വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇനി വരുന്ന കാലത്തേക്ക് വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അക്യുപഞ്ചർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, റിസോഴ്സ്. നമുക്കറിയാം ഇന്നിപ്പോ എല്ലാ മെഡിക്കൽ സിസ്റ്റവും തേടിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? പ്രകൃതിയിലേക്കാണ്. ഏതൊക്കെ സസ്യങ്ങൾ, ഏതൊക്കെ കെമിക്കലുകൾ, ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കൾ, എങ്ങനെയാണ് നമ്മൾ മനുഷ്യനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് ചെകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇതിന്റെ റിസോഴ്സിന്റെ ലഭ്യതയുടെ അഭാവം വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിന്റെ ജെന്യൂനിറ്റി ചോദ്യചിഹ്നമാണ്. കുറെ ചോദ്യങ്ങൾ നമുക്ക് അതിന്റെ പിന്നിൽ തേടേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് അക്യുപഞ്ചർ ശരീരത്തിന്റെ അകത്തേക്കാണ് അത് ചെകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോഡിക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊഫസർ MBA മമ്മി, നമ്മൾ അക്യുപഞ്ചറിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരു അസുഖം വന്നാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. MD PhD ഇൻ മെഡിസിൻ ആണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു രോഗം വന്നാൽ അത് അക്യുപഞ്ചർ കൊണ്ട് മാറുമെങ്കിൽ എനിക്കത് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അത് എൻ്റെ കയ്യിൽ അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്ന ഇന്റർവ്യൂവിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ ഫോട്ടോ. അതുപോലെ തന്നെ ഡോക്ടർ കൃഷ്ണൻകുട്ടി, നമുക്കറിയാം അദ്ദേഹം കോഴിക്കോട് 4ഓളം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തതാണ്.
മാധവൻകുട്ടി സാറ് നല്ലൊരു പ്രോഗ്രാം ഫോർച്യൂൺ ഹോട്ടലിൽ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം വളരെ ആധികാരികമായി അക്യുപഞ്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയാണ് CK രാമേന്ദ്ര സാർ. നമുക്കറിയാം മോഡേൺ മെഡിസിൻ രംഗത്തെ രാജാവായിരുന്നു അദ്ദേഹം. അക്യുപഞ്ചറിനെ കുറിച്ച് ധാരാളം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ അതിന് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അത്രത്തോളം കോൺട്രിബ്യൂഷൻസ് ഈ അക്യുപഞ്ചറിൽ നമ്മുടെ പ്രദേശത്ത് നമുക്ക് ഒരുപാട് മോഡേൺ മെഡിസിനിലെ വിചക്ഷണന്മാർ നമുക്ക് ധാരാളം കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ അക്യുപഞ്ചർ ബോഡിക്കകത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം. ബോഡി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഫീൽഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫിയർ ആണ്. മുസമ്മൽ സാർ 4:28 ഒന്ന് രാമഗോപാൽ സാറിന്റെ ടൈം ഒന്ന് നോക്കണം. നമുക്ക് പ്രോട്ടോകോൾ തെറ്റിക്കണം. നമുക്ക് കഴിഞ്ഞ് തുടരാം. സമയം നോക്കണം. നിലയിന്റെ കണക്റ്റ് ഇപ്പം നമുക്ക് നിർത്താം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഒരു സൃഷ്ടിയിലെ ഒരു അത്ഭുതത്തെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോ സാധാരണഗതിയിൽ രാത്രിയിൽ നമ്മൾ ഇരുട്ടാണെന്ന് പറയുന്നു. സത്യത്തിൽ രാത്രിയിൽ ഇരുട്ടാണോ? രാത്രിയിൽ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിലൂടെ പൂച്ചയ്ക്കും നായയ്ക്കും പാമ്പിനും പോകാൻ കഴിയാമായിരുന്നില്ല അല്ലെ? രാത്രിയിൽ നല്ല വെളിച്ചമുണ്ട്, പക്ഷെ മനുഷ്യൻ ആ വെളിച്ചം കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രകാശത്തെ വളരെ ചെറിയ തോതിലേ നമ്മുടെ കണ്ണിനകത്തൂടെ കടത്തിവിടുന്നുള്ളൂ. കാരണം പ്രകാശം കൂടുമ്പോൾ സങ്കോചിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കണ്ണിനകത്തുള്ളത്. അതേസമയത്ത് പ്രകാശം കുറയുമ്പോൾ പീപ്പിൾ ഡയലേറ്റ് ചെയ്യും. അപ്പൊ ഈ കോർണിയൽ റിഫ്ലക്സ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ പ്രകാശം പോലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയാണ് മനുഷ്യന്റെ സൃഷ്ടി. നിങ്ങൾ പെട്ടെന്ന് ഒരാളുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുക, അപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് സ്റ്റക്കാവും. ഇരുട്ടത്തൊരാൾ ടോർച്ച് അടിച്ചാൽ എന്താ കാരണം? നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു പരിധിയിൽ കവിഞ്ഞുള്ള പ്രകാശം നമുക്ക് താങ്ങാൻ കഴിയില്ല. ശബ്ദ തരംഗങ്ങൾ ഇന്ന് അന്തരീക്ഷത്തിലുള്ള വണ്ടിയുടെ ഹോണും ശബ്ദവും നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം ചെവിയുടെ ദ്വാരം വളരെ ചെറുതായി അത് പൊളഞ്ഞിട്ടാണ് ഉള്ളിൽ ചെന്നു. അവിടെ ഒരു കർണപുടം ചെവിക്കകത്ത് വന്നു. ഈ ശബ്ദ തരംഗങ്ങൾ ഈ ഉച്ചത്തിൽ വരുന്ന ശബ്ദത്തെ നേരിയ ദ്വാരത്തിലൂടെ കടത്തിവിട്ട് അത് നേരിട്ട് പോയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വളഞ്ഞു കിടക്കുന്ന ഒരു കുഴലിലൂടെ കടന്നുപോയി അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള കർണപുടത്തിൽ തട്ടി പ്രകമ്പനം വരുമ്പോൾ മധുരമുള്ള ശബ്ദമായി നമ്മൾ കേൾക്കുക. ഇത്ര അത്ഭുതകരമായി ഒരു 3-4 മണിക്കൂർ പറയാം നമ്മുടെ മനുഷ്യന്റെ സൃഷ്ടിയിലെ അത്ഭുതത്തെ കുറിച്ച്. അത്രയും മിറാക്കിൾ ആയിട്ടുള്ള ഒരു ബോഡിയിൽ നമ്മുടെ അസുഖത്തെ മാറ്റാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ആദ്യം കാണുക. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ അക്യുപഞ്ചറിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ അകത്തുള്ള ഈ എനർജീനെ സെൻസിറ്റീവായി കാണുകയും മനസ്സിലാക്കുകയും തൊട്ടറിയുകയും ചെയ്തുകൊണ്ട് അതിനെ ചില മർമ്മസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അക്യുപഞ്ചർ. നമ്മളൊരു വെള്ളത്തിൽ ഒരു കല്ലെടുത്തിട്ടാൽ അതിലുണ്ടാകുന്ന ഓളങ്ങൾ പോലെ അക്യുപഞ്ചർ ഒരു മർമ്മസ്ഥാനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു തരം വൈബ്രേഷനാണ് അക്യുപഞ്ചറിൽ മെഡിസിൻ. പലരും ചോദിക്കാറുണ്ട് ഇതിന് മെഡിസിൻ ഇല്ലേ? ഇതിലെ മെഡിസിൻ അതാണ്. നമ്മുടെ ബോഡിയിലെ ഒരു മർമ്മസ്ഥാനത്തിൽ ചൈനീസിൽ അതിനെ തെയ്ച്ചി എന്നാ പറയാ. തെയ്ച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു നീഡിൽ ചെന്നിട്ട് ഒരു മർമ്മസ്ഥാനത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു തരം ഫ്ലോ ഓഫ് എനർജി അത് നമ്മൾ രോഗികൾക്ക് ഫീൽ ചെയ്യും. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ രോഗിയോട് ചോദിക്കും, നിങ്ങൾക്ക് കയ്യിൽ നീഡിലിടുമ്പോൾ നിങ്ങൾ ഇവിടെ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ ഫ്ലോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. യെസ്, എനിക്ക് അറിയുന്നുണ്ട് എന്നവർ പറഞ്ഞത്, ഇവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, എനിക്കത് ആ ഫീൽ, ആ പോയിന്റ് നീഡിൽ അവിടെ എത്തിയതിന്റെ വൈബ്രേഷൻ അവർക്ക് കറക്റ്റായിട്ട് ഈ ഫീൽ ചെയ്യുന്ന പേഷ്യന്റിന് മനസ്സിലാകണം. അതാണ് തെയ്ച്ചി എന്ന് പറയുക. അപ്പൊ ആ ഫ്ലോ കിട്ടുന്നതോടുകൂടി ബോഡിയിൽ നടക്കുന്ന വൈബ്രേഷനാണ് അക്യുപഞ്ചറിൽ മെഡിസിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഏതായാലും അതിനെക്കുറിച്ചാണ് കണക്ട് ആയത്. വരാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് അക്യുപഞ്ചറിലെ മെഡിസിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഏതായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ അക്യുപഞ്ചറിന്റെ ചില ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റിലെ കുറച്ച് മൊഡാലിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ സ്ക്രീനിലും നേരിട്ട് ടേബിളിലും നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കാരണം കൂടുതൽ അക്യുപഞ്ചറിനെ കുറിച്ച് സംസാരിച്ചു പോയാലും നിങ്ങൾക്കത് ബോറടിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം, അതിനാണ് നിങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് അതിന് നമുക്ക് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്താണ് അക്യുപഞ്ചറിന്റെ മെത്തേഡ്സ് എന്തൊക്കെ, ഏതൊക്കെ രീതി എന്നുള്ളത് സ്ക്രീനിലും ടേബിളിലുമായിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ദിസ് ഇസ് ആക്ച്വലി പ്രിക്കിംഗ് ഓഫ് നീഡിൽ. നീഡില് ബോഡിയുടെ ചില ഏരിയകളിൽ പ്രിക്ക് ചെയ്യാൻ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ കാണുന്ന പോലെ എവിടെയെങ്കിലും കുത്തലല്ല, വളരെ മൈക്രോ പോയിന്റ്, എക്സാക്ട് പോയിന്റ്. അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കുറെ രീതികളുണ്ട്. ഒന്ന് സർഫസ് അനാട്ടമിയാണ്, ശരീരത്തിന്റെ പുറമുള്ള ഏരിയകൾ. രണ്ട് ബോൺ മാർജിൻസ് ആണ്, നമ്മൾ ഫീൽ ചെയ്തിട്ട് മാർജിൻസ് പിടിച്ചിട്ട് അളക്കും. പിന്നെ സുൻ എന്ന് പറയുന്ന ചൈനീസിന്റെ ഒരു മെഷർമെന്റ് ഉണ്ട്, ആ മെഷർമെന്റ് ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങളുടെ ബോഡിയുടെ ഏത് ഭാഗം പറഞ്ഞാലും എത്ര ഇഞ്ച് ഉണ്ടാവുന്ന ഒരാളെ കണ്ട കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണേൽ ചാലഞ്ച് ചെയ്യാം. കാരണം ഞാൻ 24 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഒരാളെ കാണുമ്പോൾ എത്ര ഇഞ്ച് ഉണ്ടാവും അയാളെ കൈ എന്നുള്ളത് കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റും. കണ്ണുകൊണ്ട് അളക്കാൻ കഴിയണം, അത് ചൈനീസിന്റെ ഒരു പ്രത്യേകതയാണ്. കണ്ണടച്ച് പ്രിക്ക് ചെയ്യാൻ കഴിയണം. 1.5 മീറ്റർ നമുക്ക് കണ്ണടച്ച് പ്രിക്ക് ചെയ്യാൻ കഴിയണം. ഇരുട്ടിൽ ഒരു രോഗിയെ നീഡിൽ ചെയ്യാൻ കഴിയണം. അതൊക്കെ ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. വിരല് കൊണ്ടിന്റെ കണ്ണിന്റെ കുട്ടി മുകളിലോട്ട് പൊക്കിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് 1.5 ഇഞ്ച് നീഡിൽ പ്രിക്ക് ചെയ്ത് ഇറക്കാൻ കഴിയണം. എന്നുവെച്ചാൽ കൈ ഒന്ന് വറച്ചു പോയാൽ പരീക്ഷ തോക്കും, പിന്നെയും 3 മാസം പഠിക്കണം പാസ്സാവണമെങ്കിൽ. അത്ര സെൻസിറ്റീവ് ആയിട്ട് പഠിക്കേണ്ട ഒരു സിസ്റ്റമാണ്. ചൈനയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളോട് ഒരുപാട് സാമ്യമുള്ള ഒരു രാജ്യമാണ് ചൈന. അവിടെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കുറെ ഇന്റർവ്യൂസിന്റെ വീഡിയോസ് ടിവികളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു മെഡിസിന്, ഒരു ഡോക്ടർക്ക് ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ, ഒരു പെയിൻ കില്ലർ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അവരെ ആൻസർ ചെയ്യണം. കാരണം മരുന്നില്ലാതെ അക്യുപഞ്ചറോട് മാറ്റാൻ പറ്റുമെങ്കിൽ അവിടെ പെയിൻ കില്ലേഴ്സ് കൊടുക്കാൻ പാടില്ല. മോഡേൺ മെഡിസിനിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ചൈനയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുട്ടിനൊരാൾ നീഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മുട്ടിന് ഒരാൾ നീഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കണം? അയാൾ ഒരു ഓർത്തോപെഡീഷ്യൻ ആയിരിക്കണം, അല്ലാത്ത ആളുകൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്രത്തോളം യൂട്ടിലിറ്റി അയാൾ ഒരു 2-3 പ്രോസസ്സിന്റെ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. അവർ പറയുന്നത് 92% കേസുകൾക്ക് ഞങ്ങൾ അക്യുപഞ്ചറാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി എമർജൻസി മെഡിസിൻസ്, സർജിക്കൽ ഡിസീസസ്, അതൊക്കെ മോഡേൺ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഡിസീസസ്, പോയിസൺസ്, അതുപോലെ തന്നെ ഇഞ്ചുറീസ്, ആക്സിഡന്റ്സ്, ഇതൊക്കെ മോഡേൺ മെഡിസിൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതേസമയം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട്, 80% അസുഖങ്ങൾക്കും ചികിത്സ തന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മുടെ സമ്പദ്ഘടനയിലെ പൈസ മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെങ്കിലും നമുക്ക് സമാന്തര വൈദ്യശാസ്ത്രങ്ങളെ ശാസ്ത്രീയമായും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. ജസ്റ്റ് ഞാനൊരു നീഡിൽ എൻ്റെ ബോഡിയിൽ പ്രിക്ക് ചെയ്യാണ്. ഇത് നമ്മുടെ സ്റ്റേണം എന്ന് പറയുന്ന ഒരു ബോണാണ്. എനിക്ക് എൻ്റെ ബോണ് കാണാൻ കഴിയില്ല. അതിന്റെ മുകളിൽ സുപ്രാസ്റ്റേണൽ ഫോസ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്രഷൻ ഉണ്ട്. നമുക്കറിയാം അതിന്റെ ബാക്കിലാണ് നമ്മുടെ ട്രക്കിയ എന്നൊക്കെ പറയുന്ന ശ്വാസം അയക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. 1.5 ഇഞ്ച് സൂചിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നീഡിൽ നമ്മൾ പ്രിക്ക് ചെയ്യാണ്. നമ്മൾ ആ പ്രിക്ക് ചെയ്യുന്ന സമയത്ത് ഈ നീഡിൽ ഞാൻ ഇവിടെ ഇളക്കുമ്പോൾ എനിക്ക് അതിന്റെ ഫീൽ ഇവിടം വരെ അറിയാൻ പറ്റും. കറക്റ്റായിട്ട് അതിന്റെ ഫീൽ ഈ ഏരിയ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. പോസ്റ്റ് കോവിഡ് സിൻഡ്രോത്തിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ത്യാംതു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ചൈനീസ് ത്യാംതു എന്നാ പറയാം. ത്യാംതു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അത് ഗേർഡ് എന്ന് പറയുന്ന ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ്, അതുപോലെ ലാരിംഗോ ഫാരിഞ്ചൽ റിഫ്ലക്സ് എന്ന് പറയുന്ന അസുഖങ്ങൾ, ഈ ഗ്യാസ്ട്രിക് ഡിസീസസ്, അത്തരത്തിലുള്ള കേസുകളിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ് ത്യാംതു എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ എക്ലേഷ്യ കാർഡിയ എന്ന് പറയുന്ന കണ്ടീഷൻസ്. അപ്പൊ നമ്മള് നീഡിൽ പ്രിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓരോ ഏരിയയും ഞങ്ങൾക്ക് വിരല്, ഞാൻ ഇവിടെ പ്രിക്ക് ചെയ്യുന്നത് എൻ്റെ ബോണിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു വിരൽ കൊണ്ട് ഞാൻ എൻ്റെ ബോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റേ വിരൽ കൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പ്രിക്ക് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ തലയുടെ ബാക്കിൽ എനിക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ ബോഡിയുടെ ബാക്കിൽ എനിക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഡെപ്ത് നമുക്ക് 4 ഇഞ്ച് വരെയുള്ള ഡെപ്ത് ആണ് കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നീഡിൽസ്. അത് നമുക്ക് നീഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻട്രാഡെർമൽ നീഡിൽ തൊട്ട് മാക്സിമം വരുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് വരെ ചില ഏരിയകളിൽ പ്രിക്ക് ചെയ്യേണ്ടി വരും. സപ്പോസ് നാവിന്റെ അടിയിലൊക്കെ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ ടങ് റിജിഡിറ്റിക്ക് 3 ഇഞ്ച് നീഡിൽ നാവിന്റെ അടിയിൽ ഫ്രണ്ടിലത്തിന്റെ 2 സൈഡിലായിട്ട് പ്രിക്ക് ചെയ്ത് താഴോട്ട് ഇറക്കിയിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്ത് ആളുകളോട് സൗണ്ട് ഉണ്ടാക്കാൻ പറയും. അത് ടങ് റിജിഡിറ്റി കുറച്ചിട്ട് നമുക്കറിയാം സ്ട്രോക്ക് കേസുകളിലുള്ള കേസുകളിലൊക്കെ തന്നെ. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന MND ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. അവർക്ക് ബൾബാർ പാൾസ് കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല, കടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. ഉസ്മാൻ ഡോക്ടറെ നോക്കണേ, ആയോ? ശരി, ഓക്കെ. അപ്പൊ നമ്മള് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ലൈനിൽ നിൽക്കണം. അപ്പൊ നമുക്ക് ഈ ക്ലാസ് അവരുടെ ഒരു സംസാരത്തിന് ശേഷം ഡെമോൺസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you, sir. Next, I would like to invite Professor Dr. Ram Gopal, former DRDO Director, Chairman, Indian Research Institute, Integrated Medicine, for the talk. Please. Hello, can you hear me? Volume. Hello. കിട്ടുന്നുണ്ടോ?
Hello? Hello? Sir, audible, sir. Audible, sir. Hello. Can I start, please? Can I start? Hello? Yes, sir. Please proceed, sir. Okay. Good evening, friends. Members of the Tigris Valley Holistic Wellness Acupuncture Science Association family, ERIM family, Acupuncture Moxibustion therapist, and integrated medicine practitioners. I'm delighted and feel proud to be associated with this initiative at the Markaz Knowledge City. Just now, you have listened to three specialist learned speakers, experts on acupuncture, traditional Chinese medicine, and moxibustion therapy. I am a DRDO research scientist, a material scientist. I shall confine my deliberation specifically to my topic, future of healthcare. National and international plans, WHO plans on healthcare management, and what should be the role of Tigris Valley in meeting these national and international goals on healthcare. So friends, my subject, future of healthcare, is very much covered on Tigris Valley Holistic Wellness name. The name of your here is Holistic Wellness. Holistic Wellness is holistic personality development. In Sanskrit language, it is said Swanam Dhanne. Justify your name and the holistic wellness in future healthcare. How to do? What is the noble path? How to walk on it, and how to achieve our goals and objective. Well, in Vedanta, as Adi Shankaracharya from Malayalam, the Kerala, and in Vedanta said, Divain Sharda Shatam, live 100 years, happy life, healthy life, long life, stress-free life, full life of 100 years. That is what our purpose is of this initiative here. What should be done? What is that noble path and how to walk on it? Who's the correct therapist? What is the correct therapy? What are the correct protocols and processes, and how we should implement and execute in our wellness resort? Every therapy and therapist claims he can cure all the ailments, all the diseases. Friends, no single therapy can cure all ailments. At the same time, every therapy is very specific and panacea to treat and control a disease. But in our holistic wellness center, we have to plan for healthcare, for holistic personality development. As you said, the healthcare here and the name holistic wellness, to justify the holistic wellness, what therapy, what integrated medicine, what needs to be done here. Kerala is a blessed land of Vedic wisdom, Devbhasa Sanskrit language, herbal medicines, as told by Dr. Madan in his keynote address, Ashtanga Yoga, naturopathy, yoga, and 100% literacy in Kerala. Yoga, 100% literacy, I said here in Kerala. Development of largest healthcare manpower in Kerala, whether the medicos, nurses, therapists. I take seminars in the All India Institute of Medical Science, and every big leading centers I have found in last 30 years,
of my career visiting all your state, and the last 10 years before, I took a press conference in Calicut organized by Gafoor. 18,000 people signed, and I have found here that the Kerala has all the infrastructure, initial and potentials. So all this technical manpower, medical manpower, and synergetics of science and spirituality to be applied in our center. What should be done? I have certain suggestions. Acupuncture and moxibustion are now popular as TCM, traditional Chinese medicine, as the department opened and inauguration is being done. TCM is old 200 years, while much before, thousands of years before, in our Vedic culture, it was known as Suchi Bhedan. Look at the nose ring, the ear puncturing. The Suchi Bhedan was very popular, and different types of acupuncture, moxibustion, mechanism, research design, told by Dr. Gafoor, my friend already, for developing this therapy as treatment, training, and research center. Tigris Valley can plan with these experts attending here and others. Last 30 years, we have trained over few thousand medicos, therapists in our three centers: Indian Research Institute for Integrated Medicine, Havra, DN Kotnis Memorial Hospital Medical College Center, Ludhiana, the centers at Mumbai, the center at 60-bedded hospital and Jodhpur. The WHO program and syllabus is being taught along with experimental science of holding the needle, the healing needle, the blood needles. And friends, there are 3 important documents released by WHO. I will request all those interested in acupuncture therapy to go through documents. WHO Traditional Medical Strategy, a decode program launched in Southeast Asia Delhi office, was signed in 2014 by Government of India House Department, and it is the signatory to see that acupuncture moxibustion therapy along with our 180 countries is implemented as per WHO plan. We can associate and plan this international and national activity in Tigris Valley for future healthcare management, which is my subject. As chairman of these 3 research major cities, I have found this integrating our therapies, pro-nature therapies, as told by Dr. Madan in our Kerala, that only will meet the development of the wellness center to bring the holistic personality. What is holistic personality? How you explain the personality? What is the definition of the health given by WHO? WHO definition and the Vedic definition, they say here, it is not only the free from the disease, but well-being. And our Vedic culture says, Sam dosho, sam dhatu, samagnish malakriya, prasanna pendriya mana, ityabit, swast ityabit. What does it mean? Sam dosho, 3 types of dosha, so many trace elements, going to toilets, and it is not only making the patient disease-free, but he says, prasanna atma indriya mana. This is the Vedic tradition given our Ayurveda by Patanjali, by our saints, Ayurveda. Prasanna Atma Indriya. Atma Indriya should also be made well-being, happy. That is what the correct definition of the health is. In the endocrine glands, how to get these 4 happy hormones, the complete protocol and process of the lifestyle is explained in our text. So friends,
this, what should be done? I would like to take the few minutes more here. The Hippocrates, the father of the modern medicine, says, "Foolish the doctor who despises the knowledge acquired by the ancient wisdom." And the ancient wisdom in Malayalam or Kerala available in the different form we find here, as I said, all over the internationally people going for treatment, medical products and the herbs, integrating this here. So this TCM, which I said, so TCM, traditional Chinese medicine all over the world now has been replaced by WHO also, T and CM. That is the traditional and complementary medicine. This tradition and complementary medicine as practiced in our, as I said, Dhanvantari or Patanjali, our Ayurveda. What do you mean by Ayurveda? It is the Veda of long life, Ayurveda. So the synergetics of science and spirituality by integrating the medicine and all the therapies to have the holistic life. The God has given us the 4 equipments here. You are all sitting on the chair. See, the chair has got 4 legs. All the 4 legs are equal height, equal strength. If one leg is small in the chair, you will topple and destabilize. Similarly, the God has given us the complete holistic personality, has given us the 4. What are those 4? How they should be strengthened? They are body, mind, soul, body, mind, intellect, and soul. Sarir, Man, Buddhi, Atma. How to strengthen them? What could be there? So entire, they say, the human body, dharma, arth, kam, mokshanam, arogya, mulimittam. The body is made of 5 basic elements. These 5 basic elements are our therapists, they are our doctors in naturopathy and yoga and holistic culture. How this is done, whether it is sun therapy, mitti therapy, hydrotherapy, or the fasting, all this here. So friends, the synergies of science and spirituality by integrating this medicine, I say the integration should be done of modern medical technologies, number 1. Vedic science of Patanjali, Dhanvantari, Ayurveda. 3rd, the traditional practices of Malayalam prevalent in Kerala. So this secret of success, I worked with Dr. Kalam. He called me, he used to address me as the waterman of India. I have over 800 publications, waterborne disease patents. I go to deliver lectures all over the world to WHO collaborative centers. When Dr. Kalam was in South Block, Government of India, there as a scientific advisor, as a DG. Same message he has kept on his door. On his door, what message he has left, I would like to recall and put over here. And the same was spoken in the United Nations General Assembly by Prime Minister Modi, and that time Sushma Swaraj. Sahanavatu sahano bhunaktu sahaviryam karvavahe tejasvinav dhitamastu ma vidvishavai. I will translate. What does it mean? Dr. Kalam has put in English these 3 words are working together and bringing our center for future care health management. He says, coming together is beginning. I appeal to all the participants here to take an oath that they have come together and to work and bring this center here as told by our keynote speaker. So coming together is beginning. Next line, Dr. Kalam wrote, being together is progress. Let there not be any beginning and fallout. We have to continue as there's 50 or 60 people even attending here. I appeal to them. Being together is progress. And working together is success. When we work together,
that will be the success, and then we will achieve our target as set by this knowledge city. Once again, I thank the organizers to give an opportunity to a material scientist, a defense scientist, and research scientist, and wish all the success in this endeavor. I again request a small workshop or working group may be created on these lines, and what should be done, a plan should be drawn so that we can implement step by. Wish you all success. Thank you once again. Thank you very much. चीनी कितना हुआ टाइम? 10 मिनट। आपने अभी करा कि तब से करा? Dr. Ghafoor. Dr. Bakshi, namaskaram. Namaskaram, yes. Namaskar ji. I'm talking from Cambridge. I don't know, I think the team in Calicut, we wait to hear. Thank you so much. We are very fortunate to have you here with us, sir. Shall I start? Oh, I don't. I am waiting for this. That's right. I think we should just wait for the team, and yes. But we can continue talking, sir. We are very happy to hear about all the engagements in and the skill that is there, and the importance for people to realize many benefits that can be had. Here we are. You can see on my screen is a theme called coherence. Coherence, yes. Firstly, in a small word, I thought it is conference. Later on, when you told about that coherence, yes, now I thought it is something a vision error. That's right. So understanding the human body and how it has to work coherently. Yes. And this is what one of the applications is, of course, what you are doing, how to increase the coherence in the body and how to. Sir, you are coming, where are you today, sir? I don't know where the team. I don't know where the. I am here in West Bengal, Howrah, in our mother institution. In our mother institution. Just a minute. Please. Ghafoor? Okay, you are not invited. We are only talking. Okay. Okay, now our organizer has requested me to start. Okay, please. I have not seen the typing message. I was waiting for the verbal one. Okay, I got it. So definitely, Dr. Madan, we shall. We'll continue later. So thank you. Thank you. So let me say a few words about the National Acupuncture Day. It is a great occasion. That is, you have the people who has organized there in the God's own country in Kerala. I have yet to visit that place especially, but many places we have visited, and it is actually for us, it is a second home. And even for our students' marriage, we attend the Kerala. So it is the relations is like that, household things we share them. So it is such a great relation we have. And our the next best unit of our institution, which is functioning more than 40 years. I am in the acupuncture profession for more than 50 years. So Kerala is the best place where our faculties, and this is our infrastructure and the development, they are very serious and they are very much
continuing their work in a proper standard, increasing day by day. So definitely it is a great pleasure that is in Tigris. There's a holistic health, that is our wellness center. We have started this acupuncture wing. They have taken a very wise decision for the futuristic medicine. What will be this future medicine? That is our respected Professor Ram Gopalji, which is our personal, our trainer in this yoga, guiding our research protocols and guiding almost many everyday our activities. As a defense scientist, you know how much esteemed scientist he is. And so this is a great occasion that we are all together, and many of our students also are there. National Acupuncture Day, actually, National Acupuncture Day is observed on every day. It is on 1st March. But we have done these things in a flexible way. As like that International World Acupuncture Day, it is organized, this is in this 1 week in the month of September. But National Acupuncture Day also we have given some relaxation, because always on the particular fixed day on 1st March, usually we do definitely 1st March a program. But due to some extraordinary situation, you know how this world was going on, and still it is going on in great turmoil. So it is a great thing that is you are organizing this thing with the shortest possible time and interval in this today is 11th March. So National Acupuncture Day is observed on the day of this 1st March, because this is our great teacher, and who is the doyen of acupuncture in India, who introduced in acupuncture, reintroduced actually. It is not an first time introduction. It was an age-old therapy. It is known as the Shuchi Bhed Chikitsa. Shuchi Bhed means needle pricking. That actually there's a dictionary meaning of acupuncture is like that, needle puncture. It is in the Sanskrit, it is called the Shuchi Bhedan or Shuchi Bhed Chikitsa. And the Moxibustion, which is an associated with the acupuncture, it is called the Dagdha Chikitsa in our traditional text. And it is in several occasions and several literatures and several folk tales, this acupuncture-like treatment and this type of management, it is mentioned in many scripts and there, many traditional scripts and many languages. It is been available now also. It is our Indian traditional, that is Susruto Sanghita, that is a Charak Sanghita, many other things. That is a great book already published that is on that Ayurvedic acupuncture. It was originally all the traditional system or the part of the Ayurveda, like that, our yoga naturopathy, or all the Indian traditional system, excepting that modern medicine. Modern medicine came very late, only not more than 300 to 400 years ago. It was not available in India. But previously, only one medicine system was going on, that was Ayurveda. It consists all these traditional sciences, including this is Shuchi Bhed Chikitsa, or present day called acupuncture. And this is our traditional other systems also now. For the practical reason, you know it very well, there is a vast development, too much of these bifurcations and too much of specialties, and that is the research is going on throughout the world, as like yoga naturopathy also, that became a separate system of medicine. Government of India has recognized it. Acupuncture has been recognized worldwide, and it is, and as per the WHO, our latest literature on this traditional medicine, the strategy to 2014 to 2023. So that is also, it is mentioned for more than 104 countries, it has been accepted officially as acupuncture. And it is now the largest developing therapy in the world. And as like Dr. Ghafoor told it, I could not understand that all the Malayalam words, but few words, when I heard it repeatedly, definitely I understand that he told, also mentioned that is the second largest therapy in the world. You will find that allopathy medicine in each and every corner of the world. As like that, next you will get that acupuncturist in almost all the cities of the world. You will get an acupuncturist. And so it is such a popular therapy. In every universities, especially in the very advanced universities,
and different institutions, different ministries, different services, as like US Navy, US jail. That is, acupuncture is a regular line of treatment. So it is like that. It is now worldwide. It is very much accepted. So Dr. Basu, our teacher, he was a modern medicine doctor. Fortunately, I am from the same institutions, what is the Calcutta Medical College, which is the oldest medical college in Asia. Dr. Basu graduated from that institution. At that time, it was called only MB, that is Bachelor of Medicine. Later on, it is also added. I am that's Bachelor of Medicine and Bachelor of Surgery, MBBS. But from the same institutions, that is Dr. Basu, in 1938, he graduated, and he was sent to China in a team, in Indian medical mission to China. It is a great historic importance, and every day it is the importance is being increased day by day. So this journey he has done, and that is for the friendship between the two oldest nations. And previously, when there was an exchange of this historically between these two countries, India and China, Buddhism also started from India. It went to spread maximum in our Southeast Asian countries, and especially in China. So there are traditional exchanges were very common in those days, and still now acupuncture, whatever you are learning now, you are spreading this thing. When we have started, this is that learning this treatment from Dr. Basu. No needle was available. Only Dr. Basu lended us few needles only. We sterilized and we used it. There's no book, no note, only his handwritten class notes, which he got it in 1950s when he went there for this our advanced, that is his primary training in 1958-59. In the Chinese language he has learned, because he has some great relations with the Chinese, all these leadership and all the stalwarts. They insisted to learn acupuncture and requested to spread this therapy again to India. He has done these things and he has spread these things. He taught so many students and so many people, even that health workers also, not only the doctors. So at that time when we learned this therapy, we were only third-year student. And he has given us the responsibility to spread everywhere. And we are the last batch. We are the 4 students were the last batch in 1970-71. We learned acupuncture. After that, he stopped teaching directly. All this work has been done by our organization where he has formed Dr. Darkanath Courtney's Memorial Committee. So it was a great movement. So the acupuncture spread like in every states, different cities, and the people started learning these things, and accordingly the government has recognized acupuncture. First state in West Bengal in 96 it is recognized, and the second state in this Maharashtra 2017 it is recognized, and we are also expecting maybe the good news will come maybe from Kerala, because whenever you have taken this initiative, you must take this initiative so that acupuncture being recognized, being the third state in India to get it recognized, so that everything can go very nicely. So National Acupuncture Day we are celebrating everywhere to remind the people to recollect all these experiences, to spread to this our patients, well-wishers everywhere, and to remind the people of the great task has been done, given to us by Dr. Basu, whose birthday is March 1, and which day we are celebrating this National Acupuncture Day. We are still waiting for the national level recognition. Myself and also Dr. Pradeep Antony is there, and many other of our colleagues are there. So we are all in the Apex Committee of Acupuncture formed by the Government of India. Already we have submitted all these documents and it is under the consideration of the Government of India. And we are expecting any day the Government of India also will take a favorable decision for nationwide recognition. So these are the importances are there. We need more and more people to come forward, more and more people to learn it, at least for this awareness, and the different type of this professional people, doctors and the health workers, they also should learn it, to practice it, to aware the people, to spread these things, and to definitely put and request more collectively
to the government and state government, especially in the Kerala, this Tigris as a good basis has started so that acupuncture can be recognized in shortly in Kerala. Thank you very much. There are many things to be informed to you and to discuss with you. I think in the future seminars we can share it, because as the time was very short, I was not in a position to prepare the slides and other things. But I think direct our that is our feeling. If we can share it, it will be better for you, so that you can understand it. Thank you very much. Namaskar ji. Namaskar. Yes. Namaskar. You like the presentation? One more presentation now. Just before that, we are moving to the demonstration session of the acupuncture. So I would like to invite Dr. Kofur for that. സ്ലൈഡ് ഒന്നും സ്ലൈഡ് വേണ്ട. എന്നാലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ബഷീർ സാറിൽ നിന്ന് കേട്ടത്. കാരണം ഇന്ത്യയിൽ സൂചി ഇല്ലാത്ത കാലത്ത് സ്വന്തമായി സൂചി ഉണ്ടാക്കി ചികിത്സ തുടങ്ങിയിരുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു ഫീലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിന്റെ അവിടെ നിന്ന് തൊട്ടാണ് ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അക്യുപഞ്ചറിനെ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിലെ മെമ്പറാണ് അദ്ദേഹം. അപ്പോൾ അത്രത്തോളം ഡെവലപ്മെന്റ്സ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അക്യുപഞ്ചർ ഒരു മെഡിക്കൽ കൗൺസിൽ നിലവിൽ വന്നു. വളരെ സമീപഭാവിയിൽ കേരളത്തിലൊക്കെ ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് നമുക്കൊരു കളക്റ്റീവ് വർക്ക് സാറ് പറഞ്ഞ പോലെ അതിന് നമുക്ക് നോളജ് സിറ്റിയുടെയും ടൈഗ്രീസിന്റെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ രാംഗോപാൽ സാറും വളരെ ടച്ചിങ് ആയിട്ടുള്ള വളരെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെ നമുക്ക് തന്നു. ഏതായാലും നമുക്ക് ആ പ്രസന്റേഷനിലേക്ക് പോകാം. ഓക്കെ, ദിസ് ഇസ് ഇതാണ് നീഡില് ട്രിക്ക്. ഇതാണ് ഡോക്ടർ പ്രദീപ് ആന്റണി, എൻ്റെ കൂടെ ചൈനയിൽ പഠിച്ച ആളാണ്. ഓക്കെ, വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് മോക്സിബേഷൻ. മോക്സിബേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിമിസിയ വൾഗാരിസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ പൂപ്പലാണ്. അതുകൊണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. എല്ലാ സ്ലൈഡും കൂടെ നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയില്ല. അതിലൊന്നാണ് വാർമിംഗ് നീഡിൽ മോക്സിബേഷൻ. ആ ഒരു മോക്സയുടെ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് നീഡിലിന്റെ മുകളിൽ വെച്ച് കത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. അതുപോലെ ഹെർബൽസ് ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. സാൾട്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. ഇതുകൊണ്ട് മസാജ് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ കുറെ മെത്തേഡ്സ് മോക്സ കൊണ്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇതിന് പറയുന്ന പേരാണ് മോക്സിബസ്ഷൻ. ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അക്യുപഞ്ചർ മാത്രമായിട്ട് ഒരിക്കലും പഠിക്കില്ല, രണ്ടും കൂടെ ഒരുമിച്ചാണ്. അക്യുപഞ്ചർ മോക്സിബസ്ഷൻ. ഇനി എന്തിനാണ് ഈ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ ചില ആളുകൾക്ക് നമുക്കറിയാം, പൊതുവേ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ ആളുകൾക്ക് തണുപ്പ് സഹിക്കാൻ പ്രയാസമുള്ള കേസുകൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു പ്രോസ്റ്റേറ്റ് CA ഉണ്ടായിരുന്ന ഒരു കേസ് അത് റിമൂവ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കീമോതെറാപ്പിക്കൊക്കെ വിധേയമായി. അതിനുശേഷം ഡെയിലി രാത്രിയിൽ ശക്തമായ വറയിലാണ്. അങ്ങനെ പ്രൊഫസർ MBA മമ്മി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ റെഫർ ചെയ്യുകയും 7 ദിവസം ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുത്തു. 7 ദിവസം കൊടുത്തിട്ട് ആ ട്രീറ്റ്മെന്റ് എടുത്ത കക്ഷി ഈ കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത്. ഏതാണ്ട് ട്രീറ്റ്മെന്റിന് ശേഷം ഏതാണ്ട് 6.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിറയില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്ര വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനൊന്നും കുറയ്ക്കാൻ വേണ്ടി. ഒരു തരത്തിലും കുറയ്ക്കാൻ പറ്റില്ല. റീസൺ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അത്രത്തോളം ബോഡിയിലെ തെർമോസ്റ്റാറ്റിക് പിക്ചറിനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ചില ക്ലിനിക്കൽ കണ്ടീഷനിൽ ഈ രീതി നമ്മൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്. അതുപോലെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. പല ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. കൈയിന്റെ റിസ്റ്റില് ഞരമ്പ് കുടുങ്ങിയിട്ട് വിരലുകൾക്ക് തരിപ്പുണ്ടാവുക. രാത്രി അനക്കാതെ വെക്കുമ്പോൾ കൈ മൊത്തം തെരുത്തു പോകും. കയ്യിൽ പെന്ന് പിടിക്കാൻ കഴിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കുറെ സമയം നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. അതിന് സാധാരണ മോഡേൺ മെഡിസിനിൽ ഒരു സർജിക്കൽ ഡീകംപ്രഷൻ, ഇവിടെ സർജറി ചെയ്തിട്ട് ഡീകംപ്രഷൻ ആണ് ചെയ്യുക. അക്യുപഞ്ചറിൽ വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആ മോക്സിബേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇത് കപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നമുക്കിപ്പോ യുനാനിയിലും കപ്പിങ്ങിന്റെ ബ്ലഡ് ഹെഡിങ്ങും കപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറെ കൂടെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ഇതും കപ്പിങ്ങിന്റെ വ്യത്യസ്ത
ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇത് ബാമ്പു ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ബാമ്പു ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. എനിവേ നമുക്കറിയാം ഒരു ഫൈബ്രോമയാലജി പോലെ പുറത്ത് മൊത്തം പെയിന് വരുന്ന ആളുകൾ, അതേപോലെ തന്നെ ചില ഏരിയകളിൽ മസിൽ കണ്ടീഷൻസ് ഉണ്ടാകുന്ന ആൾ, ബ്രേക്കിൽ ന്യൂറാൾജിയ പോലുള്ള കണ്ടീഷൻസ് ഭയങ്കര പെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ കഴുത്തിൽ നെർവ് കംപ്രഷനായിട്ട് കയ്യിലോട്ട് റൂട്ട് പെയിൻ വരുന്ന ആളുകൾ കൈയൊക്കെ പൊക്കി വെച്ച് അങ്ങനെ നടക്കും. അത്രത്തോളം റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവും. ഡിസ്ക് ബൾജ് ചെയ്തിട്ട് കയ്യിലോട്ടുള്ള ഞരമ്പിനെ കംപ്രസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ കപ്പിംഗ് കൊടുക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവർക്ക് ആശ്വാസം കിട്ടുകയാണ്. അതാണ് അതിൻ്റെ ഒരു കപ്പിങ്ങിന്റെ ഒരു രീതി. അതാണ് ഒരു മെത്തേഡ്. ഞാൻ പിന്നീട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഇത് ഓറിക്കുലാർ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഇയറിൽ നീഡിൽ പ്രിക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ചെവി ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന കുറെ രീതികളാണ് ഓറിക്കുലാർ അക്യുപഞ്ചർ. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്കിപ്പോൾ തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കേസുകൾ നമ്മൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഇംബാലൻസ് പ്രശ്നങ്ങൾ, PCOD പോലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക ഓറിക്കുലാർ അക്യുപഞ്ചറിനെയാണ്. അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിനൊക്കെ. റൈറ്റ്, നെക്സ്റ്റ്, ഇതാണ് നേരത്തെ നമുക്ക് തങ്കവേലു സാറ് ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ തന്നെ നമ്മളോട് പറഞ്ഞ ഒരു ഇലക്ട്രോ അക്യുപഞ്ചറിനെ കുറിച്ച് സംസാരിച്ചില്ല. ഇതാണ് ഇലക്ട്രോ അക്യുപഞ്ചർ. ഇത് ആക്ച്വലി ഇലക്ട്രോ അക്യുപഞ്ചർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയിലൊക്കെ നമുക്ക് ഈ നീഡില് ഒരു ബോഡിയിൽ പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നീഡിലിന് നേരത്തെ പറഞ്ഞ ഒരു ഫ്ലോ ഉണ്ടാവും, ഒരു എനർജി, അതിനാണ് നമ്മൾ തേച്ചി എന്ന് പറയാം. ആ ഫ്ലോ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ നീഡിലൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും. ഈ മാൻ പവർ സേവ് ചെയ്യാനായിട്ട് ആ ഏരിയയിലുള്ള നീഡിലിനെ കൂടുതൽ സമയം ഒന്ന് വൈബ്രേറ്റ് ചെയ്യിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാൻ പവർ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രോ അക്യുപഞ്ചർ, നമ്പർ 1. മറ്റൊന്ന്, ഈ ഇലക്ട്രോ അക്യുപഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് കുറെ പഠനങ്ങൾ അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിൽ ട്രൈജമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ച ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇലക്ട്രോ അക്യുപഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് ട്രൈജമിനൽ ന്യൂറാൾജിയ. നമുക്കറിയാം തലവേദനകളിൽ വെച്ച് ഏറ്റവും വലിയ തലവേദന അതാണ് ട്രൈജമിനൽ ന്യൂറാൾജിയ. അത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന അസുഖമാണ്. അപ്പൊ ആ അസുഖത്തിന് വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ നമുക്ക് ഈ മെഷീൻ്റെ അകത്ത് പലതരത്തിലുള്ള വേവുകളുണ്ട്. കണ്ടിന്യൂസ് വേവ്, ഡിസ്കണ്ടിന്യൂസ് വേവ്, ഡെൻസ് ഡിസ്പേഴ്സ് വേവ്. ഓരോ വേവിലും ധാരാളം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതാണോ അസുഖത്തിന് എഫക്റ്റീവായിട്ട്, ഓരോ കണ്ടീഷനും എഫക്റ്റീവായിട്ട് വരുന്നത് വെച്ചാൽ ബോഡിക്കകത്ത് നമ്മൾ കുറെ വേദനകളിൽ കുറെ കണ്ടീഷൻസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് നമുക്കറിയാം, അടുക്കളയിലൊക്കെ ചൂടുള്ള വെള്ളം കൈകൊണ്ട് എടുക്കുന്ന ആളുകൾക്ക് കൈ പൊള്ളാറില്ല. ആണുങ്ങൾ പോയിട്ട് അടുപ്പത്തെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അപ്പം പൊള്ളിപ്പോവും. ഇതെങ്ങനെ നീ പൊള്ളാതെ എടുക്കുന്നതെന്ന് ചോദിക്കും. സ്ത്രീകൾക്ക് തൊലിക്കട്ടി കൂടുതലായതുകൊണ്ടാണ്. തൊലിക്കട്ടി സ്ത്രീകൾക്ക് കൂടുതലായതുകൊണ്ടല്ല, അപ്പൊ സ്ഥിരമായി എടുത്ത് ശീലിച്ചത് കൊണ്ട് ആ വിരലുകൾ എന്താണ് അതിനോട് പൊരുത്തപ്പെടുകയാണ്. അപ്പൊ അതിനാണ് ത്രഷോൾഡ് എന്ന് പറയാം. ചൂട് സഹിക്കാനുള്ള ഞരമ്പുകളുടെ കഴിവ് വർദ്ധിക്കുക, അതിന് ഹീറ്റ് ത്രഷോൾഡ് എന്ന് പറയും. അതേപോലെ ഞരമ്പുകൾക്ക് വേദന സഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ പെയിൻ ത്രഷോൾഡ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇലക്ട്രോ അക്യുപഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പെയിൻ ത്രഷോൾഡ് കൂട്ടാനായിട്ട് സാധിക്കും. സിവിയർ ആയിട്ടുള്ള പെയിനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. അതേപോലെ തന്നെ ഇതിലെ മറ്റു ചില വേവ്, കൗണ്ടർ ഇറിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയും. കൗണ്ടർ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേദനയുള്ള ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു പുകച്ചിലുള്ള ഒരു ബാമ നമ്മൾ പരട്ടാണ്. അപ്പൊ നമുക്ക് പല വേദനകൾ കുറയും നമ്മൾ ബാമ വാരി പരട്ടുമ്പോൾ. സത്യത്തിൽ ആ വേദന കുറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയെ വഹിച്ചു കൊണ്ടുപോകുന്ന ഞരമ്പുകൾ പുതിയൊരു ഫീലിംഗ്, ബേണിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീലിംഗ് വരുമ്പോൾ അതിനെ വഹിച്ചുകൊണ്ട് തലച്ചോറിലേക്ക് പോകും. അപ്പൊ ആ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ തലച്ചോറ് നോക്കും, ഇതെന്താണ്, ഇതൊരു പുകച്ചിലാണ്. പുകച്ചിൽ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമല്ല, വേദനയാണ് പ്രയാസം. അപ്പൊ തലച്ചോറ് എന്ത് ചെയ്യും, നമുക്ക് ആ പുകച്ചിലിന് പുതിയൊരു ഫീലിങ്ങിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേദനയേക്കാൾ കംഫർട്ടബിൾ ആയിട്ട് പുകച്ചിലിനോട് വരുന്നത് കൊണ്ടാണ് നമുക്ക് പെയിന് ഈ ബാമുകൾ പരട്ടുമ്പോൾ കുറയാനുള്ള കാരണം. അതിന് പറയുന്നതാണ് കൗണ്ടർ ഇറിറ്റേഷൻ. നമ്മുടെ തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ ആ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേദന കുറയ്ക്കുന്ന ചില രീതികളുണ്ട്. അതിനാണ് കൗണ്ടർ ഇറിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഓരോ വേവുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ചിലത് നിങ്ങളിൽ കൗണ്ടർ ഇറിറ്റേഷൻ കൂട്ടും, ചിലത് നിങ്ങളിൽ പെയിൻ ത്രഷോൾഡ് കൂട്ടും. അങ്ങനെ ഓരോ കണ്ടീഷനിലും അതുപോലെ ചിലത് എൻഡോർഫിൻസിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. ശരീരത്തിന്റെ അകത്ത് തന്നെ വേദനാ സംഹാരികളുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണ ആളുകളോ അല്ലെങ്കിൽ സാരമായി പരിക്ക് പറ്റിയ ആളുകളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, പറ്റിയ സമയത്ത് വേദന ഉണ്ടായിരുന്നോ? നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ചെല്ലുക. കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന രോഗി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കൂടെയുള്ള ആളുകൾക്ക് അറിയാമെന്നല്ലാതെ രോഗിക്ക് കാര്യമായ ഫീലൊന്നും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ആ രോഗിനെ തുന്നിക്കെട്ടി പിറ്റേന്ന് വാർഡിലോട്ട് മാറ്റി പിറ്റേന്ന് നിങ്ങൾ വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ കരച്ചിൽ കേൾക്കാം. എന്താന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു വേദന ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
അത് സഹിക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ചെയ്യുന്ന മെക്കാനിസത്തിൽ ഒന്നാണ് ശരീരത്തിന്റെ അകത്ത് തന്നെ എൻഡോജനസ് ഓപ്പിയേറ്റ്സ് എന്ന് പറയും. നമ്മുടേതായ പെയിൻ കില്ലേഴ്സിനെ ബോഡി ആ സ്പോട്ടിൽ റിലീസ് ചെയ്യും. നിങ്ങൾ ഒന്നാമത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെ വീണെന്നിരിക്കട്ടെ, താഴെ വീഴുന്ന സമയത്ത് കാണുമ്പോൾ നമ്മൾ പേടിക്കും, പക്ഷെ വീണ ആൾ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് വീണ് തെറിച്ചുപോയ ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങൾ കാണുക, കുറച്ച് ബോധം കെട്ട് വീഴും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ സഹിക്കാൻ പറ്റാത്തൊരു പെയിന്, ബോഡിന്റെ മെക്കാനിസങ്ങൾ ആലോചിക്കേണ്ടത്. സഹിക്കാൻ പറ്റാത്തൊരു പെയിന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻഡോർഫിൻ റിലീസ് ചെയ്യും ബ്ലഡിലോട്ട്. ശരീരത്തിന്റെ തന്നെ വേദന സംഹാരികൾ, പുറത്തുനിന്ന് കൊടുക്കുന്നതല്ല, ശരീരത്തിന്റെ അകത്ത് തന്നെ വേദനാ സംഹാരികളുണ്ട്. അതിനാണ് എൻഡോർഫിൻസ് എന്ന് പറയാം. അത് സ്പോട്ടിൽ റിലീസ് ചെയ്യും. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴാണ് പെയിന് കൂടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എൻഡോർഫിൻ ബ്ലഡിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പെയിന് കൂടി വരാൻ പറ്റും. അപ്പൊ അക്യുപഞ്ചറിന് ഇത്തരത്തിലുള്ള ശരീരത്തിന്റെ തന്നെ വേദനാ സംഹാരികളെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പൊ സൈഡ് എഫക്ട് ഉണ്ടാകുന്നില്ല. പുറത്തുനിന്ന് നമ്മളൊരു പെയിൻ കില്ലർ കൊടുക്കണ്ട, ബോഡിക്കകത്ത് തന്നെ പെയിൻ കില്ലേഴ്സ് ഉണ്ട്. നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഗുജറാത്തിൽ നടന്ന ഒരു ട്രെയിൻ ആക്സിഡന്റിന്റെ അകത്ത് അരക്കി താഴത്തോട്ട് ചതഞ്ഞറിഞ്ഞു പോയ ഒരു കുട്ടിയുടെ അടുത്ത് മീഡിയക്കാർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു, എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. വീട് പറഞ്ഞു. കുട്ടിയുടെ പേരെന്താന്ന് വെച്ചു, പേര് പറഞ്ഞു. അപ്പോ വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വേദന ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും ട്രെയിനിനടിയിൽപ്പെട്ട് ഇത്രയും കാല് ചതഞ്ഞറിഞ്ഞു പോയിട്ട് എന്താ വേദന ഇല്ലാതിരുന്നത്? ഒരു പരിധിയിൽ കൂടുതൽ പെയിന് ശരീരത്തിലോട്ട് വന്നാൽ ബോഡിക്കകത്ത് എൻഡോർഫിൻ കണ്ടമാനം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തതിന് പെയിൻ ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഒരു പെയിൻ കില്ലർ പോലും കൊടുക്കാതെ ബോഡിക്കകത്ത് തന്നെയുള്ള പെയിൻ കില്ലറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അക്യുപഞ്ചറിന്റെ ഒരു സിസ്റ്റവും അതാണ്. ബോഡീസ് ഓൺ പെയിൻ കില്ലേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബോഡിക്കകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയിന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതിനൊക്കെ പല തരത്തിലുള്ള വേവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം സ്റ്റഡീസ് ഈ ഇലക്ട്രോ അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. റൈറ്റ്, നെക്സ്റ്റ്. ഇതൊരു TDP എന്ന് പറയുന്ന ഒരു ലാമ്പാണ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ്. നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും നീഡില് പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നീഡിൽ പ്രിക്ക് ചെയ്ത സ്ഥലത്ത് ആ നീഡിലേക്ക് പ്രത്യേക തരത്തിലുള്ള ഹീറ്റ്, വളരെ ദൂരത്ത് തന്നെ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യാൻ കഴിയും ഈ TDPക്ക്. ആ നീഡിൽ മാത്രം ഹീറ്റ് ആവും. അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. മോക്സിബസ്ഷന്റെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ TDP എന്ന് പറയുന്നത്. നെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിക്കകത്ത് നേരത്തെ പറഞ്ഞു നമ്മുടെ എൻഡോർഫിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതേപോലെ നമ്മുടെ പെരിഫറൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാരസ്തേഷ്യ എന്നൊക്കെ പറയുന്ന ശരീരത്തിന്റെ ഉപരിതലത്തിന്റെ ഭാഗത്തോട്ട് വരുന്ന നമ്പനസ്സുകൾ, തരിപ്പുകളൊക്കെ ചെയ്യാം. അതുപോലെ ബോഡിയും ചൈനീസിന്റെ ബോഡിക്കകത്ത് എനർജി സഞ്ചരിക്കുന്ന ചില ഏരിയകളുണ്ട്, മെറിഡിയൻസ് എന്ന് പറയും. ഈ മെറിഡിയൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പല രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ മെറിഡിയൻസിലൂടെയുള്ള എനർജി ഫ്ലോ ആണ് അക്യുപഞ്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റിന്റെ ഒരു രീതി. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും, എനിക്ക് വേദന ഇവിടുന്ന് തുടങ്ങി, പിന്നെ ഇതിലെ വന്നു, പിന്നെ കഴുത്ത് അനക്കാൻ വയ്യ, കാലിന്റെ സൈഡിലോട്ട് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ എടുത്ത്, ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ എടുത്ത് ചെല്ലുമ്പോൾ അവൾ ആദ്യം ചിന്തിക്കുന്നത് തലയിൽ എന്തുകൊണ്ടുണ്ടായി, CT സ്കാൻ എടുത്ത് പ്രശ്നം കാണുന്നില്ല, കഴുത്തിൽ റൂട്ട് കംപ്രഷൻ ഉണ്ടോ നോക്കി ചിലപ്പോൾ MRI എടുത്ത് പ്രശ്നം കാണില്ല, അവസാനം അതൊരു സ്യൂഡോ മൈഗ്രെയിൻ ആയിട്ടോ മറ്റോ ഡയഗ്നോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് സിൻഡ്രോം ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഫൈബ്രോമയാൾജിയ എന്നുള്ള രീതിയിൽ ഒരു മസിൽ പെയിൻ ആയിട്ടോ ഒക്കെ ആയിട്ട് അതിനെ മാറ്റേണ്ടി വരും. പക്ഷെ ചൈനീസ് മെഡിസിനിൽ കൃത്യമായി നമുക്ക് എന്താണ്, ഏത് മെറിഡിയനിലാണ് അയാൾക്ക് പ്രശ്നം പറ്റിയത് എന്ന് അസസ് ചെയ്യാനും ഒരു നീഡിൽ കറക്റ്റായിട്ട് ആ മെറിഡിയന്റെ പ്രധാനപ്പെട്ട ഡിസ്റ്റൽ പോയിന്റുകൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ ആ പെയിന് കുറച്ച് കൊണ്ടുവരാനും പറ്റും. അതാണ് അക്യുപഞ്ചറിന്റെ ഒരു രീതി. ഇത്തരത്തിലുള്ള മെറിഡിയനിലുള്ള ഫ്ലോ കൂട്ടുന്നതിനും പെരിഫറൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ഹാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. റൈറ്റ്, 7 സ്റ്റാർ നീഡിൽ എന്നാണ് അതിന് പറയുന്നത്. ഇതേപോലെ നമുക്ക് സ്കാൽപ്പിൽ ചെയ്യുന്ന, ചിത്രം കണ്ടിട്ട് പേടിക്കണ്ട, ഇത് നമ്മൾ സാധാരണ ഈ മുടി കൊഴിച്ചിലിനൊക്കെ കൊടുക്കുന്ന രീതിയിൽ സ്കാൽപ്പ് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും സ്കാൽപ്പിലുള്ള ചില ഏരിയകളെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇതിൽ കുറെ ലൈൻസ് വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ലൈൻസ് എന്ന് പറയുന്നത് ഓരോന്നും സ്പീച്ച് ഏരിയ, അതുപോലെ തന്നെ നമുക്ക് ഈ പാർക്കിൻസൺ വരുന്നതിന് സെപ്പറേറ്റ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ, ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾക്ക് വേറെ തന്നെ ലൈൻസ് ഉണ്ട്. ഈ ലൈൻസിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ MND എന്ന് പറയുന്ന അസുഖങ്ങളിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. റൈറ്റ്, ഇത് ബ്ലഡ് ലെറ്റിംഗ് കപ്പിംഗ് എന്ന് പറയുന്നത് സാധാരണ യുനാനിയിൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് യുനാനിയിൽ ചെയ്യുന്ന പോയിന്റുകളും അക്യുപഞ്ചറിൽ ചെയ്യുന്ന പോയിന്റുകളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്പർ 2, യുനാനിയിൽ സാധാരണഗതിയിൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഹാമർ ഉപയോഗിച്ചുകൊണ്ടാണ് അക്യുപഞ്ചറിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ 3 എഡ്ജഡ് നീഡിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിവൈസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടും ബ്ലഡ് ലെറ്റിംഗ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്,
ഇത് ട്രാൻസ്ക്യൂട്ടേനിയസ് നർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന TNS എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. സാധാരണ ഫിസിയോതെറാപ്പിയിൽ നിങ്ങൾ കാണുന്ന ടെൻസ് അല്ല, ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് അക്യുപഞ്ചറിലെ ടെൻസിൽ. റൈറ്റ്. നെക്സ്റ്റ് അതുപോലെ പെയിൻഫുൾ കണ്ടീഷൻസ്, മസിൽ സ്പാസം അങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ ഈ ടെൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുക. ഇത് കാർഡ്ഗട്ട് തെറാപ്പി എന്ന് പറയുന്നതാണ്. കാർഡ്ഗട്ട് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീഡിലിന്റെ അകത്ത് ചെറിയ കാർഡ്ഗട്ട്സ് ഉണ്ടാവും. ആ കാർഡ്ഗട്ട്സിനെ കറക്റ്റ് അക്യുപഞ്ചർ പോയിന്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ നീഡിൽ മൂരിപ്പോരും, ആ കാർഡ്ഗട്ടിനെ അവിടെ വെച്ചിട്ട് വരും. അങ്ങനെ വെക്കുമ്പോൾ കാർഡ്ഗട്ട് തെറാപ്പി ചെയ്യുമ്പോൾ ഈ ത്രെഡ് അതിന്റെ ഉള്ളിൽ കിടക്കും. ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ അതിനെ കണ്ടിന്യൂസ് സ്റ്റിമുലേഷൻ ആ പോയിന്റിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നീട് ബോഡി ആ കാർഡ്ഗട്ടിനെ അബ്സോർബ് ചെയ്യും. അതാണ് കാർഡ്ഗട്ട് തെറാപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്മെറ്റിക് അക്യുപഞ്ചറിലും വളരെ എഫക്റ്റീവ് ആണ്. കോസ്മെറ്റിക്കിൽ നമ്മുടെ പിമ്പിൾസ് പോലുള്ള പ്രശ്നങ്ങൾ, മുഖത്ത് കുഴി ഉണ്ടാവുക, കലകൾ ഉണ്ടാവുക, അങ്ങനെ കവിള് ഒട്ടിപ്പോവുക, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ കോസ്മെറ്റിക്കിന് സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെന്റ്. നമുക്ക് ടൈഗ്രീസിൽ നല്ലൊരു ഷെരീഫ് ഡോക്ടർ പോയോ നമുക്ക് ടൈഗ്രീസിൽ നല്ലൊരു കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, ഒരു ബ്യൂട്ടി പാർലർ സെപ്പറേറ്റ്. ഏബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ബാക്കിൽ. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആളുകൾക്ക് നമുക്ക് ഇതിന്റെ ചൈനീസ് കോസ്മെറ്റോളജി ഒന്ന് പഠിപ്പിച്ചിട്ട് നമുക്ക് അതിലെ ട്രീറ്റ്മെന്റ് നല്ല സാധ്യതയുള്ള സംഭവമാണ്. ഇപ്പോൾ ചെന്നൈയിലൊക്കെ സെന്ററുകളിൽ പെർ സിറ്റിങ്ങിന് ചാർജ് ചെയ്യുന്നത് 3000 4000 ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സ്കോപ്പുള്ള സാധനമാണ്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചൈനീസ് കോസ്മെറ്റിക് തെറാപ്പി. ഞാൻ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, ഡോക്ടർ അനുപമൊക്കെ ഞങ്ങൾ അതിൽ പങ്കെടുത്ത ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വേൾഡ് ഫെഡറേഷൻ ഓഫ് അക്യുപഞ്ചർ അസോസിയേഷൻ ഉണ്ട്, ചൈന ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ പഞ്ചാബിൽ നടത്തിയ ഒരു ട്രെയിനിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്ത് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇത് പീഡിയാട്രിക് അക്യുപഞ്ചർ. ചൈനയിൽ കൂടുതൽ ഫോട്ടോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ്. ഇത് ബാക്ക് സൈഡ് ഇതിപ്പോ ജസ്റ്റ് നെക്സ്റ്റ് സപ്പോസ് ഇത് പീഡിയാട്രിക് അക്യുപഞ്ചറിൽ നമ്മുടെ നീഡിൽ പ്രിക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ നീഡിൽ പ്രിക്ക് ചെയ്യുമ്പോൾ കുട്ടി ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, ഈ നീഡിലും കുത്തി വെച്ച കുട്ടീനെ എങ്ങനെ നിങ്ങൾ ചിരിപ്പിച്ചു എന്നല്ലേ? അപ്പൊ പെയിൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം. ഞാൻ പ്രിക്ക് ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ഫീൽ ചെയ്യണം. റൈറ്റ്. നെക്സ്റ്റ്, ഇത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവിടെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു അക്യുപഞ്ചറിനെ കുറിച്ച്. അതില് നെക്സ്റ്റ്, ഇപ്പൊ വീഡിയോസ് കിട്ടൂല അല്ലെ, സോറി. ഇത് ഡ്രാഗൺ മോക്സിബേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡ്രാഗൺ മോക്സിബേഷൻ. ഡ്രാഗൺ മോക്സിബേഷൻ എന്ന് പറയുന്ന പല തരത്തിലുള്ള അസുഖങ്ങൾക്കും എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിൽ മൾട്ടിപ്പിൾ കംപ്ലൈൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കോഡ ഇക്വിന സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ നട്ടലിന്റെ ഭാഗത്ത് കൂടെ മൾട്ടിപ്പിൾ ഡിസ്ക് ഡിസീസ് വരിക, അസ്ഥി വളരെ ഓസ്റ്റിയോഫൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ അസ്ഥി വളർന്നിട്ട് ഞരമ്പ് കടന്നു പോകുന്ന കനാലുകളെ ഡിസ്റ്റർബ് ചെയ്യുക. എന്ന് വെച്ചാൽ കഴുത്തിലെ ഡിസ്കിന് കംപ്ലൈന്റ്, നടുവിലെ ഡിസ്കിന്റെ കംപ്ലൈന്റ്, പുറത്ത് കംപ്ലൈന്റ്, ആ സ്ഥലത്ത് ഡിസ്കിന് തന്നെ ഡാമേജ് വരിക. അപ്പോൾ നമുക്ക് ഡിസ്ക് ആണ്, പ്രൊലാപ്സ് ഉണ്ട്, നെർവ് റൂട്ട് കംപ്രഷൻ ഉണ്ട്, ഞരമ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. പക്ഷെ ചൈനീസിന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ ലെവലിൽ സംഭവിക്കുന്നു? കഴുത്തിന് സംഭവിച്ചവർക്ക് നടുവിന് സംഭവിക്കുന്നു. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം നിങ്ങൾ ആ സ്പൈനൽ കോളത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാൻ, നിങ്ങൾ ആ സ്പൈനൽ കോളത്തിലൂടെയുള്ള കംപ്ലൈന്റുകളെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ട് ഈ ഡ്രാഗൺ മോക്സിബേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, നമുക്ക് അലർജിക് റൈനൈറ്റിസ് പോലെ നിരന്തരമായിട്ട് തുമ്മൽ വരുന്ന ആളുകൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ കാരണം വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയാത്ത അസുഖങ്ങളെയാണ് നമുക്ക് ഈസി ആയിട്ട് സാധാരണ മനസ്സിലാകുന്ന ഭാഷയിൽ പറയണമെങ്കിൽ, വ്യക്തമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥായിയായി നിലനിൽക്കുന്ന അസുഖങ്ങളിൽ മിക്കവാറും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിരിക്കും. അതിന് ഇത് ഒരു എഫക്റ്റീവ് മെത്തേഡാണ്, കുറച്ച് ചെലവ് കൂടിയ ട്രീറ്റ്മെന്റ് ആണ്. റൈറ്റ്. ഇത് ഡൈനാമിക് മോക്സിബേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. എന്ന് വെച്ചാൽ മോക്സ എന്ന് പറയുന്ന മോക്സ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് കത്തിച്ചിട്ട് പുകയ്ക്കുക, അതിന്റെ കത്തിച്ച് പുകഞ്ഞു നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് ശരീരത്തിൽ മസാജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കൊണ്ട് ബോഡിയിൽ മസാജ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതാണ് മോക്സ സ്റ്റിക്ക് എന്ന് പറയാ. ഇതിൽ ഒരു മോക്സ സ്റ്റിക്കും കൂടി കൂട്ടത്തിൽ പിടിച്ച് കത്തിച്ചിട്ട് അത് പുകയുന്ന സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് ബോഡിയിൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. അതിന് ചില രീതികൾ ഞങ്ങൾ അനുവർത്തിക്കാറുണ്ട് പൊള്ളാതിരിക്കാനായിട്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ബോഡിയിൽ മസാജ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. സ്പോണ്ടിലോസിസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. പെയിൻഫുൾ കണ്ടീഷൻസ്, പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്,
ഈ ബ്ലഡിൽ CRP ഒക്കെ കൂടുതൽ കാണുന്ന ഒരു സീറോ പോസിറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയാണ്. നമുക്കറിയാം സാധാരണ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ആളുകളിൽ നമുക്ക് ഹീറ്റ് പലപ്പോഴും കൊടുക്കാൻ കഴിയില്ല, ഐസ് പാക്ക് കൊടുത്താലാണ് പിന്നെയും കുറയുക. പക്ഷെ അവിടെ ഈ പറയുന്ന ഡൈനാമിക് മോക്സിബേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകതയാണ്, ഹീറ്റിന്റെ പ്രത്യേകതയല്ല. നെക്സ്റ്റ്, ദിസ് ഇസ് ട്വിന എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ട്വിന എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മസാജ്. ട്രഡീഷണൽ ചൈനീസ് മസാജ് ആണ് ട്വിന എന്ന് പറയുന്നത്. അത് ട്വിനയ്ക്കിടയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ നമ്മുടെ ആയുർവേദിക് മസാജുകളിലും യുനാനി മസാജുകളിലൊക്കെ ഓയിൽ ഉപയോഗിക്കുമെങ്കിൽ ട്വിനക്ക് ചൈനീസ് മസാജിന് നമുക്ക് അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫീൽ ചെയ്ത് തരാം, വളരെ സുഖമുള്ള സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എഡിക്ഷൻ വരും, അത് വീണ്ടും വീണ്ടും ചെയ്യണം എന്നൊരു തോന്നൽ വരും. കാരണം നല്ല സുഖമാണ്. നമുക്കറിയാലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സുഖമല്ലേ. അപ്പൊ ഇത് ആ രീതിയിലുള്ള ഒരു മെത്തേഡാണ് ട്വിന എന്ന് പറയുന്ന ട്രഡീഷണൽ ചൈനീസ് മസാജ്. ധാരാളം ടെക്നിക്കുകൾ ഈ ട്വിനയിൽ അനുവർത്തിക്കുന്നുണ്ട്. നമുക്കൊരു അസുഖത്തിന് ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ റിലീഫ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ട്വിന എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. റൈറ്റ്. ഈ ട്വിനയുടെ കാര്യം പറയുമ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ചൈനയിൽ ഞാൻ ട്വിന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ചൈനയിൽ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമുക്ക് പലപ്പോഴും ട്രാൻസ്ലേറ്റേഴ്സാണ് അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ IT സെക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ മറ്റേ ചന്ദ്രബാബു നായിഡുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ താജ്മഹലിൽ ഞാൻ താമസിച്ചിട്ട് അവിടെ അടുത്ത് താമസിച്ചിട്ട് താജ്മഹൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതാരാണ് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതേപോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യുന്നു, ഇന്ത്യയെക്കുറിച്ച് അത്യാവശ്യം ഒരു ധാരണയുണ്ട്, ഇതാരാന്ന് എനിക്ക് മനസ്സിലായില്ല. അയാളെ പുറത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാനുണ്ട്, എന്റെ ട്രെയിനിങ് പീരീഡ് ആണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ചോദിച്ചു, പഠിക്കല്ലേ, എത്ര കാലമായി എന്നൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു വാർഡിൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ കിട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈവൻ നിങ്ങൾക്ക് അവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് നോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ചൈനീസിൽ മേയോ എന്നാണ് പറയാ, മേയോ എന്നാ പറയാ, അവർക്ക് നോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇയാൾ സംസാരിക്കുന്നത്. അപ്പൊ ഇയാളുടെ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, അദ്ദേഹം ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇവിടുത്തെ ചിയാങ്സു എന്ന് പറയുന്ന പ്രവിശ്യയുടെ സെക്രട്ടറിയാണ്. എന്ന് വെച്ചാൽ കേരള മുഖ്യമന്ത്രി. ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി നമ്മൾ പറയുന്നില്ലേ, അതിന്റെ കറക്റ്റ് പൊസിഷനാണ് ഒരു പ്രവിശ്യയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ അതേ പൊസിഷനാണ്. അയാളുടെ പുറത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ രാജ്യമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, ഇത് ബാക്ക് സൈഡ്, ഇത് കോസ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ബാക്ക് സൈഡ് ദിസ് ഇസ് കോസ തെറാപ്പി. GAUZ എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്. കോസ എന്നാണ് ഉച്ചരിക്കുക. കോസ തെറാപ്പി എന്ന് പറയുന്നത് ഒരു മസാജിന്റെ മെത്തേഡാണ്. വളരെ സിമ്പിൾ ആണ്, വളരെ സുഖമാണ്, നമുക്ക് ആസ്വദിക്കാൻ പറ്റും മസാജ്. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യരുത്, ഭാര്യയുടെ മുമ്പ് ഒരു കുപ്പായ അയക്കാൻ നിൽക്കേണ്ട ആണുങ്ങൾ ഓടിച്ചു പോകും, എവിടെ അടി കിട്ടിയാന്ന് കരുതും. കാരണം വീട്ടിലെത്തുമ്പോഴാണ് ഇതിന്റെ കളർ വ്യത്യാസം കാണുക. ഇതിന് ഒരു അവാർഡ് കിട്ടിയ, ദേശീയ അവാർഡ് കിട്ടിയ ഒരു പടം, നോബൽ പ്രൈസ്, എന്താണ് നമ്മളെ ഇന്റർനാഷണൽ അവാർഡില്ലേ, ഹോളിവുഡിലെ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫിലിമുണ്ട്. ആ ഫിലിമിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഒരു അച്ഛൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞിട്ട് അമ്മ പോയിട്ട് അച്ഛനെതിരെ കേസ് കൊടുക്കുന്ന ഒരു കഥയാണ് ആ സിനിമയിലുള്ളത്. കാരണം എന്താ വെച്ചിട്ട് ഈ കുട്ടിയുടെ പുറത്ത് ഇതേപോലെ അടയാളം കാണുകയും അത് പിന്നീട് ഒരിക്കല് അങ്ങനെ കോടതിയിൽ വെച്ച് ഇയാളെ ശിക്ഷിക്കുകയും നോബൽ പ്രൈസ് നൽകുകയും ചെയ്യും. ആ സ്ത്രീ പിന്നീട് എന്തോ ഒരു ഗവൺമെന്റ് പൊസിഷനിൽ എത്തപ്പോൾ ചൈന സന്ദർശിക്കുകയും ചൈനയിൽ നിന്ന് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിട്ട് തന്റെ പുറത്ത് കണ്ണാടിയിൽ നോക്കിയപ്പോൾ കല കാണുകയും ചെയ്തൊരു സംഭവമാണ് ആ കഥയുടെ ഇതിവൃത്തം. അതിന് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്, ഈ ഹോളിവുഡിന്റെ. അപ്പൊ ഞാനത് മെൻഷൻ ചെയ്യാനുള്ള കാരണം വളരെ ചർച്ചയായിട്ടുള്ള ഒരു വേൾഡിൽ തന്നെ ഒരു ഇതിവൃത്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കോസ തെറാപ്പി. അതിന്റെ രീതിയാണ് ഈ കാണുന്നത്. വളരെ എഫക്റ്റീവാണ്. ബാക്ക് പെയിൻ പോലുള്ള കണ്ടീഷന്, അതുപോലെ തന്നെ ഫൈബ്രോമയാൾജിയ, അതുപോലെ തന്നെ എന്താണ് ഈ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കണ്ടീഷൻസ്, വാണ്ടറിംഗ് പീസ് സിൻഡ്രോം എന്ന് പറയും ചൈനീസിൽ, മാറി മാറി കളിക്കുന്ന വേദനകൾ, അതിനൊക്കെ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോസ തെറാപ്പി. കോസ്മെറ്റിക്കിനും ഈ കോസ തെറാപ്പി എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സമയം ഷോർട്ട് ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് പോവാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ പൾസ് ആൻഡ് ടങ് ഡയഗ്നോസിസ്, സലാം സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു രീതിയാണ് ട്രഡീഷണൽ പൾസ് ആൻഡ് ടങ് ഡയഗ്നോസിസ്. ഇന്ത്യയിലെ DSIR സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി 68 ലക്ഷം രൂപ നേരത്തെ കണ്ട ബക്ഷി സാറും രാംഗോപാൽ സാറും ഒക്കെ പാർട്ടായിട്ടുള്ള ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുകൊണ്ട് ഒരു റിസർച്ച് നടക്കുകയുണ്ടായി. ട്രഡീഷണൽ
ടങ് ഡയഗ്നോസിസിനെ കുറിച്ച്. അത് വേൾഡ് സയന്റിഫിക് കോൺഫറൻസ് സിംഗപ്പൂരിൽ വെച്ച് ആ സയന്റിഫിക് പേപ്പർ പ്രസന്റ് ചെയ്യുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ നാവ് എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പറഞ്ഞുതരും നിങ്ങൾക്ക് ഇന്നെന്ന സ്വഭാവക്കാരനാണ്, നിങ്ങൾക്ക് ഇന്നെന്ന അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സയന്റിഫിക് സ്റ്റഡിയാണ് കേട്ടോ. ഏതാണ്ട് 12,000-ഓളം നാവുകൾ കളക്ട് ചെയ്തിട്ടാണ് അതിന്റെ സ്റ്റഡി നടത്തിയത്. ചെറിയൊരു പങ്കാളിത്തം എനിക്കും അതിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഒരു സൈഡിൽ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ വളരെ സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവാണ്. എന്ന് വെച്ചാൽ എൻ്റെ 24 വർഷത്തെ അനുഭവത്തിന്റെ ഇടയ്ക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ, എന്ന് വെച്ചാൽ 24 വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ എങ്കിലും, ചൈനയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഹൗസ് ഓഫ് സെലിബ്രിറ്റി ഡോക്ടേഴ്സ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ ഫോട്ടോസ് ഞാൻ അതിൽപ്പെട്ടതാണിത്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ അറിയാം, ഒരു 90 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ഡോക്ടറാണ്. ചൈനക്കാർക്ക് ആയുസ് കുറച്ച് കൂടുതലാണ്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 90 വയസ്സിന്റെ കൂടുതൽ പ്രായമുള്ള ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സ് ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ആൾക്കാർ തട്ടി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്പാദ്യം അവരെ കയ്യിലേക്ക് വരുന്ന സമയത്ത് അവരെ തട്ടി മാറ്റിയിട്ട് നമ്മൾ പുതിയ ഡോക്ടേഴ്സിനെ മെഡിക്കൽ കോളേജിൽ വെക്കുകയാണ്. അപ്പൊ അവരുടെ അറിവ് ഷെയർ ചെയ്യപ്പെടാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് ചികിത്സകന്മാരായിട്ട് അവർ മാറിയിട്ട് അവർ മറ്റൊരു രീതിയിലേക്ക് അവരുടെ നോളജ് എവിടെ ഇല്ലാതെ പോവാണ്. ഈ ഒരു സിസ്റ്റം കവർ ചെയ്യാനാണ് ചൈനയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത്, ഹൗസ് ഓഫ് സെലിബ്രിറ്റി ഡോക്ടേഴ്സ്. ആ ഡോക്ടർമാർക്ക് ശമ്പളം ഉണ്ടാവില്ല, പകരം അവർക്ക് ഒരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് മതി അവർക്ക് ഭയങ്കര VIP സെറ്റപ്പ് ആയിരിക്കും. എവിടെ ആ കാർഡ് കാണിച്ചാലും ബസ്സിൽ പൈസ വേണ്ട, സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിയാൽ പൈസ ഓട്ടോമാറ്റിക്കലി അവരുടെ പൈസ ഗവൺമെന്റ് അടച്ചോളും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഹൗസ് ഓഫ് സെലിബ്രിറ്റി ഡോക്ടേഴ്സ്. ഈ ഡോക്ടർമാർക്ക് ഇവരുടെ ബാക്കിൽ തന്നെ ഒരു ക്യാബിൻ നിങ്ങൾക്ക് കാണാം. ആ ക്യാബിൻ എന്താ വെച്ചാൽ ഇവർക്ക് 10 രോഗികളെ ഒരു ദിവസം കൊടുക്കുള്ളൂ. പക്ഷെ സ്റ്റുഡൻസ് 10 കുട്ടികളെ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. മൊത്തം 10 പേഷ്യന്റ് അവർ കൺസൾട്ട് ചെയ്യുന്നുള്ളൂ. അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണം വന്നാൽ റെസ്റ്റ് എടുക്കാനൊക്കെ ബാക്കിൽ ഒരു സൗകര്യം അവർ ക്യാബിന്റെ ബാക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും അവരുടെ എക്സ്പീരിയൻസ് മാക്സിമം കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ പൾസ് ഡയഗ്നോസിസിനൊക്കെ ചെന്ന സമയത്ത് ഒരുപാട് മിറാക്കിൾ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അക്യുപഞ്ചർ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരു മനുഷ്യന്റെ ചെറിയ തലങ്ങൾ പോലും നമുക്ക് വളരെ ഷാർപ്പായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് നാവ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ബോഡിയുടെ ചില ഏരിയകളാണ് നോക്കുക. ചൈനീസ് മെഡിസിനിൽ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓപ്പണിംഗ്, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെയാണ് അതിന് പറയാം. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗൻ, മഞ്ഞപ്പിത്തം വരുമ്പോൾ നമ്മൾ കണ്ണിൽ നോക്കുന്നില്ലേ, ലിവർ ഓപ്പൺസ് ടു ഐസ് എന്നാണ്. അതുപോലെ ഓരോ അവയവങ്ങൾക്കും 2 ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അതിന് ഒന്നിന് ഓപ്പണിംഗ്, ഒന്ന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ഒരു മാനിഫെസ്റ്റിംഗ് ഏരിയ, ഒരു ഓപ്പണിംഗ് ഏരിയ. ഈ 2 ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗന്റെ സ്വഭാവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നാഡിയിൽ ആ അവയവത്തിനുള്ള സ്ഥാനങ്ങളുണ്ട്, കണ്ണിൽ നാവില് അവയവത്തിന് ഓരോ ഏരിയകളും സ്ഥാനങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരാളുടെ ഏത് അവയവം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ അവയവത്തിന്റെ പ്രവർത്തന രീതി എന്ത്, താളപ്പിഴ എന്ത്, അത് അവയവത്തിന് താളപ്പിഴ വന്നാൽ നാളെ എന്തൊക്കെ അസുഖം വരാം, ഇന്നലെ എന്ത് അസുഖം വന്നിട്ടുണ്ടാവും, അയാളുടെ തലമുറയിൽ ആളുടെ സ്വഭാവം എന്ത്, ഇയാളുടെ സ്വഭാവം എന്ത് എന്ന് വരെ ചൈനീസ് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരാളുടെ പെരുമാറ്റത്തിന്റെ സ്വഭാവം കണ്ടിട്ട് അയാളുടെ അവയവം നമുക്ക് റീഡ് ചെയ്യാം, അയാളുടെ പൾസും ടങ്ങും നോക്കിയിട്ട് അയാളുടെ സ്വഭാവം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. റൈറ്റ്, നെക്സ്റ്റ്. ഇതും സെലിബ്രിറ്റി ഡോക്ടേഴ്സിന്റെ ഏരിയ ആണ്. ഓക്കെ നൗ ദിസ് ഇസ് അബൌട്ട് കോഴ്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ, കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമ്മുടെ സമയം ഷോർട്ടാണ്, ടോട്ടൽ 40 മിനിറ്റ്സ് എനിക്കുള്ള. അതിനുള്ളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകണം. അതിനിടയ്ക്ക് കുറച്ച് സയന്റിഫിക് അതായത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം വളരെ സമീപഭാവിയിൽ നമ്മുടെ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റമായിട്ട് ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ നിയമനിർമ്മാണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സമീപഭാവിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സിസ്റ്റമാണ്. പിന്നെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എക്സ്പെൻസ് വളരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറെ സ്റ്റഡീസ് ഇപ്പോൾ ചെയ്യാണ്. അങ്ങനെ പെയിൻ കുറയ്ക്കുന്ന രീതിയിൽ ആൾക്കാരെടുത്ത് ട്രെയിനിങ് എടുത്തിട്ട് മരുന്നില്ലാതെ രോഗികളുടെ വീട്ടിൽ പോയിട്ട് പല കാര്യങ്ങളും വോളണ്ടിയേഴ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ കോഴിക്കോട് ടൗണിൽ വെച്ചിട്ട് 2022 കൊല്ലം മുമ്പ് കോഴിക്കോട് വെച്ചിട്ട് റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഇവർക്ക് വീട്ടിൽ പോയിട്ട് കിടപ്പിലായ രോഗികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. ഇന്നും പലരും പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പിന്നീട് ഇപ്പം സമയക്കുറവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പൊ പഞ്ചായത്തൊക്കെ മുൻകൈ എടുത്താൽ അത്തരത്തിലുള്ള പല സംവിധാനങ്ങളും, പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിലുള്ള വോളണ്ടിയർ ഫോറം ഉണ്ടാക്കിയിട്ട് അവർക്ക് നമുക്ക് ഈ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരാളുകളിലേക്ക് വിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് 1 രൂപ ചെലവില്ലാതെ വോളണ്ടിയേഴ്സ് ഇഷ്ടം പോലെ തയ്യാറായിട്ടുണ്ട്. പഞ്ചായത്ത് മുൻകൈ എടുത്ത ആളെ കൊണ്ടുവന്നാൽ
അവർക്ക് വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്കി പോയിന്റ്സ് സൂചി കുത്തലൊന്നുമല്ല, അല്ലാതെ ചൈനീസിൽ കുറെ മെത്തേഡ്സ് ഉണ്ട്, ട്രഡീഷണൽ ചൈനീസിൽ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന മെത്തേഡുകൾ പഠിപ്പിച്ചിട്ട് ആ വീട്ടിൽ പോയിട്ട് രോഗികൾക്ക് റിലീഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടുവരാം. അപ്പോൾ സിസ്റ്റവും പോപ്പുലറൈസ്ഡ് ആവും, കുറെ വോളണ്ടിയേഴ്സ് ഇതിലേക്ക് വരും, കുറെ ആളുകളിലേക്ക് ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ അതിന്റെ കൂട്ടത്തിലുള്ള സൗജന്യമായിട്ടുള്ള സെന്റേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും എനിക്ക് സഹകരിക്കാവുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയാണ് ഞാനിവിടെ വരുന്നത്. ആ സമയത്ത് ഏതെങ്കിലും സമയം ഉണ്ടെങ്കിൽ വരാം. ഷാവുൽ ഡോക്ടർ ഓൾറെഡി ഇറങ്ങുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ്. ഷാവുൽ ഡോക്ടർ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ട്, ഓൾറെഡി ക്വാളിഫൈഡ് ആണ് ഷാവുൽ ഡോക്ടർ. അപ്പോൾ ഷാവുൽ ഡോക്ടർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ദിവസം ഷാവുൽ ഡോക്ടർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അതെ, പഞ്ചായത്ത് ലീവ് ചെയ്താൽ മതി. നമ്മളൊരു പിന്നെ ഏതെങ്കിലും ഒരു വാർഡ് എടുത്തിട്ട് ഒരു ഡിസീസ് ഫ്രീ ഡ്രഗ് ഫ്രീ എന്നുള്ള ക്യാമ്പയിൻ പഞ്ചായത്ത് പിന്നെ പബ്ലിക് ഹെൽത്തിന്റെ ആള്. അതെ അതെ അതെ, മണികണ്ഠൻ, ഡോക്ടർ മണികണ്ഠൻ ലീഡ് ചെയ്ത് പിന്നെ 2 വാർഡ് പ്രസിഡന്റ് വാർഡ് കൊടുക്കാം, മെമ്പറിന്റെ വാർഡ് കൊടുക്കാം, 1 വാർഡ് ആദ്യം കൊടുക്കാം. എന്തായാലും പോസിറ്റീവായിട്ട് അതിൽ തീരുമാനം ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഡെവലപ്ഡ് ആയിട്ടുള്ള സാധനമാണ് അക്യുപഞ്ചർ അനസ്തേഷ്യ എന്നുള്ളത്. അതിൽ സ്പെഷ്യൽ ആയിട്ട് തന്നെ ട്രെയിനിങ് ചെയ്യണം. പക്ഷെ അതിലുള്ള പ്രശ്നം മോഡേൺ മെഡിസിനിൽ ക്വാളിഫൈഡ് ആയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതിലിപ്പോ ഓൾറെഡി ഈ അമേരിക്കയിലൊക്കെ അനസ്തേഷ്യ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അക്യുപഞ്ചർ പഠിക്കണം എന്നൊരു നിയമം വന്നിട്ടുണ്ട്, ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കുറെ അനസ്തേഷ്യക്കാരെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് നമ്മുടെ കീഴിൽ. അപ്പൊ ഇവിടെ കാലിക്കറ്റിൽ ഇപ്പോൾ ഒരു സെന്റർ ഉണ്ട്, ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റഗ്രേറ്റഡ് മെഡിസിന്റെ കീഴിൽ ട്രെയിനിങ് ഉണ്ട്. അത് ഡോക്ടേഴ്സിന് ഉള്ള ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത ആളുകൾക്കുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഇത് 2 ട്രെയിനിങ്, മറ്റത് +2 ബേസ്ഡ് ആണ്, ഒന്ന് മെഡിക്കൽ ഡിഗ്രി ബേസ്ഡ് ആണ്. അപ്പോൾ ഇവർക്ക് അനസ്തേഷ്യ കഴിഞ്ഞ ആളുകളൊക്കെ മെഡിക്കൽ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. എന്താ ചോദിക്കാൻ നോക്കുക? സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം കേട്ടതിന് ശേഷം ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരാളെ കിട്ടുക, കൂടുതൽ പേടിയുള്ള ഒരാളെ, സൂചിയിൽ പേടിയുള്ള ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുമോ? സൂചിയോട് പേടിയുള്ള ആരെങ്കിലും ഒരാള് ബാക്കിൽ, അതാ സ്റ്റുഡൻസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും പേടിയുള്ള ആള് വാ. ബ്ലഡ് വരില്ല, ഇല്ല. കാരണം ഇത് അത്രയും മൈക്രോ ഏരിയയിലെ നീഡിലല്ലേ. ചില ഏരിയയിൽ നിന്ന് ഇപ്പൊ ആഫ്റ്റർ പ്രിക്കിങ്ങിന് ശേഷം ആരെങ്കിലും ഒന്ന് കൈ ഇളക്കിയാൽ ചിലപ്പം ബ്ലഡ് വന്നാൽ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ നിൽക്കുന്നതേ ഉള്ളൂ. കാരണം അത്രയും മൈക്രോ ഏരിയ കവർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു ലീഡിങ് അക്യുപഞ്ചറിസ്റ്റ് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, സാറിന്റെ പേര് ഞാൻ മറന്നു. സാറിന്റെ പേരെന്തായിരുന്നു? സഭ. അദ്ദേഹം വിദേശത്തെ അക്യുപഞ്ചർ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എന്തായാലും വാ. യെസ് സജി, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ റെഡി ആവാം. നമുക്ക് സമയം കുറവാണ്, പെട്ടെന്ന് കാണുമെന്ന് പറയണ്ടോ? മീറ്റ് ചെയ്യാം. അതെ, സ്കാൽപ്പിൽ വർക്ക് ചെയ്യണം. സ്പിരിക്കോട്ടൊന്നും പേടിയുള്ള ആളല്ലേ വേണ്ടത് നമുക്ക്. സൂചി കുത്തിയുണ്ട്, എന്താ അറിഞ്ഞാ? കാണാൻ വരുന്നുണ്ടോ? നീഡില് കാണാം. പെയിൻ ഉണ്ടായിരുന്നോ? അത് റിസ്റ്റ് വർക്കാണ്. നമുക്കിപ്പോ സ്കാൽപ്പിലുള്ള ബോണിന്റെ ഇടയിൽ വളരെ തിന്നായിട്ടുള്ള ഒരു നീഡിലാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ റിസ്റ്റിന്റെ വർക്ക് കൊണ്ടാണ് നമ്മൾ പ്രിക്ക് ചെയ്യുന്നത്. അപ്പൊ ആ റിസ്റ്റിൽ നമുക്ക് അതിന്റെ ഡെപ്ത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതാണ് കണക്ക്. നേരത്തെ ഫീൽ ചെയ്യണമെങ്കിൽ വരാം. വേണം വേണം
സജിത വേസ്റ്റ് മണ്ണിച്ച് വേറെ നിർത്തും. പേരുണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്രിക്ക് ചെയ്തിരിക്കുന്നത് പൈവേ എന്ന് ചൈനീസിൽ പറയുന്ന ഒരു പേരാണ്. പൈവേ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് പോയിന്റ് ആണ്. കുറെ മെറിഡിയൻസ് കൂടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെവിന്റെ ഒരു മാർക്ക് ഉണ്ട്, ഇയർ അപ്പെക്സ് എന്ന് പറയും. ചെവി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇയർ അപ്പെക്സ് എന്നുള്ള ഒരു ലൈനും റൂട്ട് ഓഫ് നോസും കൂടി ചേരുന്ന ഒരു സ്ഥലത്താണ് പ്രിക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ബോഡിയിലുള്ള ഒരു 14ഓളം മെറിഡിയനുകളെ അറ്റ് എ ടൈം നിങ്ങളുടെ എനർജി ഫ്ലോനെ സ്മൂത്ത് ആക്കാൻ സഹായിക്കും. ഇപ്പൊ പോസ്റ്റ് കോവിഡ് ഡിസീസിൽ ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉറക്കക്കുറവ്. അതിന് നമുക്ക് ഈ പൈവേ എന്ന് പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ അലർജി കണ്ടീഷൻസ്, അങ്ങനെ ധാരാളം അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ് ഈ പോയിന്റ്. നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഉള്ള പോയിന്റ് ആർക്കെങ്കിലും വേണോ? കണ്ണിന്റെ അകത്തറ്റം ചെയ്യേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ യെസ് പ്ലീസ്. ഇരുന്നാലേ എന്താണോ സാർക്ക് സൗകര്യം? കിടന്നു അങ്ങനെ ഇരുന്നിട്ട് ചെയ്യണം. സാർ ഓൾറെഡി അക്യുപഞ്ചറിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ കണ്ണിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ചിങ്ചിയാങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ചൈനീസില്. ഒരു വിരലുകൊണ്ട് നമ്മൾ ഐബോൾ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഉള്ള അസുഖങ്ങള്, ട്രൈജിമിനൽ ന്യൂറാൾജിയ പോലുള്ള അസുഖങ്ങള്, ഗ്ലൂക്കോമ, അതിനൊക്കെ പറ്റുന്ന ഒരു പോയിന്റ് ആണത്. വേറൊരു പോയിന്റ് ഞാൻ പിക്ക് ചെയ്യാണ്. UP1 ഇതും കണ്ണിന്റെ വിരൽ കൊണ്ട് ഐബോളിനെ താഴ്ത്തിയിട്ട് ആ ഗ്യാപ്പിലേക്കാണ് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്. കണ്ണിന്റെ താഴെ ചെയ്തത്ര ശരിയായിട്ടില്ല. ഇത് ചെയ്യണോ? അല്ല, ഇത് സ്റ്റൊമക്ക് ആണ്. അങ്ങനെ റിമൂവ് ചെയ്തോളാം. കുറച്ച് അല്ല, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ PRP ഒക്കെ ചെയ്യുന്നില്ലേ കേസുകൾക്ക്, അതേപോലെ സ്കാൽപ്പിൽ മുടി കുറഞ്ഞു വരുന്ന കേസുകൾക്ക് നമുക്ക് നേരത്തെ തന്നെ നീഡിൽ ചെയ്തിട്ട് ഒരു കുറെ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഹാമർ എന്ന് പറഞ്ഞ സാധനം കാണിച്ചില്ലേ, ഹാമർ ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് ടോർച്ച് എടുത്തിട്ട് സ്കിന്നിന്റെ ലെവലായിട്ട് അടിച്ചു നോക്കുക, എന്നിട്ട് ഹാമറിങ് ചെയ്യുക, അതിന്റെ മുകളിൽ നീഡിൽ പ്രിക്ക് ചെയ്തിട്ട് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുടി ഗ്രോത്ത് ആവും. പക്ഷെ അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ കഷണ്ടി ഒന്നും മാറുമെന്നോ അല്ലെങ്കിൽ അത് വരുമെന്നോ അല്ല. അല്ലാത്ത കേസുകളിൽ സാധാരണഗതിയിൽ അലോപേഷ്യ ഏരിയാറ്റ എന്ന് പറയുന്ന കണ്ടീഷൻസ്, ഓരോ ഏരിയയിൽ നിന്ന് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ വരുന്ന അലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻസ്, അതിലൊക്കെ നമുക്ക് അത് ട്രീറ്റ്മെന്റോ അത് നിങ്ങൾ ചെയ്യുന്ന സെന്ററിനനുസരിച്ചിരിക്കും. അതെ. ബാക്ക് പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? സ്കില്ലാണ്. ബാക്ക് പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ
കൈ പൊക്കാൻ പ്രയാസമുള്ള ഫ്രോസൺ ഷോൾഡർ ഉള്ള ആളുകൾ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറ്. ഓക്കെ, നിങ്ങൾ എന്ത് പ്രശ്നത്തിനാ വേണ്ടേ? ചെറിയ തലവേദന ഉണ്ട്. വാ ഒന്ന് ഡോക്ടർ ഒന്ന് ചെയ്തോട്ടെ. ഹെഡേക്കിന്റെ ഒരു സാധാരണ നമുക്കറിയാം മൈഗ്രെയിൻ തലവേദന അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ തലവേദന. അപ്പൊ സാധാരണഗതിയിൽ എന്റെ 24 വർഷത്തിന്റെ ഇടയ്ക്ക് 100% സക്സസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. 100% എന്ന് പറയുന്നത് എല്ലാ കേസും സക്സസ് എന്ന് പറയുന്നതാണ്. എത്ര സിവിയർ ആയിട്ടുള്ളതാണ് മൈഗ്രെയിൻ, വളരെ എഫക്റ്റീവ് ആണ്. കുഴപ്പമില്ല, കാല് പുറത്തേക്ക് എത്താൻ. ഒരുമിച്ച് വാങ്ങിച്ചു. റൈറ്റ്, നിങ്ങൾക്ക് ഇവിടെ ടൈഗ്രീസില് വെച്ചിരിക്കുന്നത് സജി സെബാസ്റ്റ്യൻ ആണ്. ഇവിടെ ഫുൾ ടൈം അക്യുപഞ്ചറിസ്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവുക. പുള്ളി ഈ പറയുന്ന പോലെ 98-ല് എന്റെ കൂടെ അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്തതാണ്. പേരാമ്പ്രയിലുള്ള ശങ്കർ നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പഴയ മന്ത്രി അഴിയൂരിയുടെ ഹോസ്പിറ്റല് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയം മുതൽ ഇതുവരെ ഉള്ളതാണ്. അപ്പോ ഏതാണ്ട് 24 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. മൈഗ്രൈൻ പോയിന്റ്സ് ഇതിപ്പോ ഓരോ പോയിന്റിനും ഓരോ പേരാണ്. ഇപ്പൊ പ്രഖ്യാപിക്കുന്ന ഈൻ താങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഈൻ താങ് ഒക്കെ ചൈനീസ് ആണ് പേര്. തായാങ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇപ്പൊ പ്രഖ്യാപിക്കുന്നത്. തായാങ് എന്നുവെച്ചാൽ നമുക്ക് ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യുമ്പോൾ, തലവേദനയ്ക്ക് ചികിത്സിക്കുമ്പോൾ തലവേദനയ്ക്ക് ഇന്ന പോയിന്റ് എന്നില്ല. നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ അസുഖത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അക്യുപഞ്ചറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ജനറൽ പോയിന്റ്. ജനറൽ ആയിട്ട് നമുക്ക് കുറെ പോയിന്റ്സ് കൊടുക്കാം. ആ കൊടുക്കുന്ന പോയിന്റ് കൂടാതെ പെയിൻ ഉണ്ടായിരുന്നോ? ടൈഗ്രീസിന്റെ ആളല്ലേ, പുറത്തുള്ള ഒരാളായിരുന്നു കിടത്തേണ്ടത്. അപ്പൊ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ പ്രിക്ക് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇത് കൂടാതെ നമുക്ക് സിൻഡ്രോം പോയിന്റ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ അത് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കോമൺ പോയിന്റ് കോമൺ ആയിട്ട് പോകും. എന്തുകൊണ്ടാണ് തലവേദന ഉണ്ടായത് എന്ന് കാരണം മനസ്സിലാക്കി ആ കാരണത്തെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ഉള്ള പോയിന്റ് സെലക്ഷൻ എന്ന് പറയുന്നതാണ് അക്യുപഞ്ചറിൽ പഠിക്കുന്നതിൽ ഏറ്റവും പാടുള്ള സംഗതി. ഒരു പോയിന്റിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. എന്താണ് ഇയാളുടെ അസുഖം? നമ്മൾ പഠിക്കുന്ന ഓരോ കേസ് ഷീറ്റിന്റെ അകത്തും നമ്മൾ രോഗം ഇന്നതാണ്. ഇപ്പൊ മൈഗ്രെയിൻ എഴുതി വെച്ചാൽ അത് മോഡേൺ ഡയഗ്നോസിസേ ആവും. ചൈനീസ് ഡയഗ്നോസിസിൽ ആ തലവേദനയ്ക്ക് എന്താണ് പേര് എന്നുള്ളത് ചൈനീസ് ഇംഗ്ലീഷിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യണം എന്നർത്ഥം. അപ്പോഴാണ് അസുഖം മാറി കിട്ടുക. അപ്പൊ ആൾക്കാർ എവിടെയെങ്കിലും 4 സൂചി കുത്തുകൊണ്ട് സൂക്കേട് മാറുന്നില്ല. കോമൺ പോയിന്റ്സിൽ കൊടുക്കുമ്പോൾ ചെറിയൊരു ത്രെഷോൾഡ് ഡെവലപ്പ് ചെയ്യും, ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. പക്ഷെ അസുഖം വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മളിപ്പോ കൊടുത്തു കഴിയുമ്പോൾ ചില ആളുകൾ പറയും 3 ദിവസമായി ട്രീറ്റ്മെന്റ് എടുക്കുന്നു, കുറവില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പേഷ്യന്റ് ആയിട്ട് ഇരുന്ന് പഠിച്ച് എവിടെയാണ് നമ്മുടെ ഡയഗ്നോസിസ് തെറ്റിയത് നോക്കിയിട്ടാണ് ആ പോയിന്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഡയഗ്നോസിസും കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും എന്നുള്ളതാണ് അതിന്റെ കണക്ക്. നമുക്ക് ബാമ്പു ഒരു ബാക്ക് പെയിൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു നെക്ക് പെയിനോ ഇതൊന്നും സജ്ജ ചെയ്യുന്ന അത് കേട്ടോ. നെക്ക് പെയിനോ ബാക്ക് പെയിനോ ആർക്കെങ്കിലും ഉണ്ട്? കഴുത്ത് വേദനയുള്ളവരുണ്ടാവുമല്ലോ. സ്പോണ്ടിലോസിസ്, ഷോൾഡർ പെയിൻ ഉണ്ടാവാ. Okay. How do you feel? Yeah, but I was not having much. I just wanted to take it out. ട്രീറ്റ്മെന്റുകളിൽ തന്നെ നമ്മൾ ഇപ്പൊ ഓരോ കാര്യത്തെയും നമ്മൾ പല തരത്തിലാണ് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ മൈൻഡിലെ ഡൗട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ചോദിക്കാം. ഇപ്പൊ ചില കണ്ടീഷൻസ് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ട്രിഗർ റിലീസ് എന്ന് പറയും. അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ചില ഏരിയകളിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ അത് കണ്ടീഷന്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസിനനുസരിച്ച് മാറും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കപ്പിട്ട് ചോദിച്ചോ, സംശയം ചോദിച്ചോ. അതായത് സൈഡിൽ കൂടെ നടന്നോട്ടെ, കാല് പുറത്തേക്ക് ഇട്ട് കാണുന്നത്. ബാക്കിലൂടെ കിടന്നിട്ട് അത് പെട്ടെന്ന് ചെയ്തോ.
കഴുത്തനാ എന്നാ അവിടെ ഇരുന്നിട്ട് കഴുത്ത് ലക്ഷം ഇതാക്കിയാൽ മതി. ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു ബാക്ക് ചെയ്ത് ഷർട്ട് ഒന്ന് പോക്കിയാണ്. എന്തെങ്കിലും സംശയം ഡൗട്ട് ഉണ്ടോ? നമ്മളെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഓക്കെ. ഇപ്പോ അതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്കിപ്പം നിങ്ങളിപ്പോ ശ്രീചിത്രയിൽ നമ്മളിപ്പോ ഒരു അസുഖത്തിന് ഓൾറെഡി ഒരു സ്റ്റഡി ടേക്കപ്പ് ചെയ്യാണ്. അതിന്റെ എത്തിക്കൽ കമ്മിറ്റി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ സെനൈൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് അസുഖങ്ങളിൽ ഓരോ അസുഖത്തിലും നമ്മുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ യൂട്ടിലിറ്റി എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അക്യുപഞ്ചർ. ഇപ്പൊ പാർക്കിൻസൺ പോലുള്ള അസുഖങ്ങളിൽ ഒരു ഏർലി ആയിട്ട് നമുക്ക് നേരത്തെ അക്യുപഞ്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നമ്പർ 1 ഒന്ന് ഡിലേ ആക്കാം, 2 നമുക്കതിനെ തടഞ്ഞു നിർത്താം, 3 നമുക്ക് റിസൾട്ട് ബെറ്റർ ആക്കാം. ഈ 3 കണ്ടീഷനാണ് നമ്മൾ പാർക്കിൻസണിൽ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺ ഡിസീസിന് സംഭവിക്കുന്നതാണ്. എംഎൻടി ഒരാൾക്ക് ഡെവലപ്പ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സിംറ്റംസ് വരുമ്പോൾ നമുക്ക് എത്രത്തോളം അതിന്റെ സിംറ്റംസിനെ നമുക്ക് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് സിംറ്റംസ് വരാതെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അത് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ പാർക്കിൻസണിൽ തീർച്ചയായിട്ടും അക്യുപഞ്ചറിന് വളരെ യൂട്ടിലിറ്റി ഉള്ള ഒരു അസുഖമാണ് പാർക്കിൻസൺ അക്യുപഞ്ചർ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെമർ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ കഴിയും. സാധാരണഗതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് ന്യൂറോ മെഡിസിൻ കഴിക്കുന്ന നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പിടിക്കണോ? ഞാൻ പിടിക്കാം, ഷർട്ട് ഞാൻ പിടിക്കാം, കൈ അങ്ങോട്ട് എടുത്തോണ്ട് കൊടുക്കും. മോർ ദാൻ 15 ഇയേഴ്സ് ആയതോ? ഇനി അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ 15 ഇയേഴ്സ് ആയിട്ട് ഡിസീസിൽ പ്രോഗ്രഷൻ ഉണ്ടോ അല്ല അങ്ങനെ തന്നെ നിൽക്കുകയാണോ? ഇപ്പൊ കാലിലോട്ടും വന്നു ഉണ്ട്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ഡ്യൂറേഷൻ ഇതിനൊരു വിഷയമല്ല, കാലപ്പഴക്കൊരു വിഷയമല്ല. ഇതിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഇനി അടുത്ത ഡെവലപ്മെന്റിലേക്കുള്ളതിനെ തടയിടുക എന്നുള്ളതാണ്. നിങ്ങൾ പാർക്കിൻസൺ എന്ന് പറയുമ്പോൾ നമുക്ക് മോഡേൺ ഡയഗ്നോസിസിൽ പാർക്കിൻസൺ, ചൈനീസിൽ ഇനി നമുക്ക് അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പല ടൈപ്പ് പാർക്കിൻസൺസ് ഉണ്ട്. ചില ടൈപ്പ് പാർക്കിൻസൺസ് ശരിക്കും ടൈം എടുക്കുന്നതാണ്, ചിലത് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് ആ പാർക്കിൻസൺ നമുക്ക് കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ ഞങ്ങൾ ചൈനീസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ് എന്നുള്ളത് ആദ്യം ഒന്ന് ഡയഗ്നോസ് ചെയ്യും. നമുക്ക് ഒരു ബേസിക് യുവാൻചി എന്ന് പറയും ചൈനീസിൽ. നമ്മുടെ ഒരു കൺജനിറ്റൽ എനർജി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, യുവാൻചി. അത് കുറഞ്ഞു പോകുന്ന ഒരു കേസ് ഉണ്ട്. ആ ടൈപ്പ് ആണെങ്കിൽ റിസൾട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. കുറെയൊക്കെ നമുക്ക് ഈ ട്രെമറിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ബാക്കിയുള്ള രീതിയിൽ സ്പ്രെഡ് ആകുന്നതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യാം. നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫിക്കും അക്യുപഞ്ചർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അസുഖമാണ്. കാരണം നമുക്കറിയാം ഡിസ്ട്രോഫിയിൽ നമുക്ക് സാധാരണ കാണുന്നത് തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുമ്പോൾ കുറെ ഇമ്പ്രൂവ്മെന്റ് അതിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ മസിൽ ലെവലിലോട്ട് സാധാരണ നമ്മൾ ബുക്കിൽ പറയുന്ന മസ്കുലാർ ഡിസ്ട്രോഫിക്ക് 10 ദിവസം അക്യുപഞ്ചർ 10 ദിവസം ഫിസിയോതെറാപ്പി, 10 ദിവസം അക്യുപഞ്ചർ 10 ദിവസം ഫിസിയോതെറാപ്പി അങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. അത് 6 മാസത്തെ ട്രീറ്റ്മെന്റ് ആണ് ശരിക്ക്. തുടക്കത്തിൽ 10 ദിവസത്തെ ഗ്യാപ്പിൽ കൊടുക്കണം. അങ്ങനെ 35 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1 മന്ത് ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും 10 ദിവസം ചെയ്യണം, വീണ്ടും 1 മന്ത് ഗ്യാപ്പ് കൊടുത്ത് വീണ്ടും 10 ദിവസം, അങ്ങനെ 35 ഡേയ്സ് കൊണ്ടുപോകണം. പിന്നെ 1 ഇയർ കഴിയുമ്പോൾ വീണ്ടും ഫോളോ അപ്പ് കൊടുക്കണം. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസ്കുലാർ ഡിസ്ട്രോഫി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല, അതായത് നമുക്ക് അവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പൊ നമ്മൾ ഓരോ കോശങ്ങൾ പ്രത്യേകിച്ച് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടാണ് ഒരു പ്രശ്നം വരുന്നതെന്ന് ഇരിക്കട്ടെ. ബ്രെയിൻ സെല്ലുകൾ പോയി കഴിഞ്ഞാൽ പോയതാണ്, അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. ബാക്കിയുള്ള നെർവസ് സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് ബാക്കിയുള്ള ബാരൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിനിന് ഒരു ബെസ്റ്റ് കോർഡിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഒന്ന്. പിന്നെ ഈ നെർവ് ഡീജനറേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോ സ്യൂഡോ ടൈപ്പ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൻസറി മോട്ടോർ വരുന്ന ടൈപ്പ് ഉണ്ട്, അപ്പർ മോട്ടോർ ന്യൂറോൺ വരുന്നുണ്ട്, ലോവർ മോട്ടോർ വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും ഏത് ടൈപ്പ് ആണെന്നുള്ളത് വലിയൊരു ഘടകമാണ്. പ്രോഗ്രസീവ് ആയിട്ട് വരുന്ന ചില ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന സ്യൂഡോമസ്കുലാർ ഡിസ്ട്രോഫി പോലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ക്യൂർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. പക്ഷെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് നിർത്താൻ പറ്റും. അതാണ് അതിലുള്ള കണ്ടീഷൻസ്. പിന്നെ അതേ സ്ഥാനത്ത് നമുക്ക് ഈ സ്പൈനൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു നെർവ് ഡീജനറേഷൻ ആണെന്നിരിക്കട്ടെ, അതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്, പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഡെന്റലിലോ? ഡെന്റലിലെ ആളുകൾ ദയവ് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഒന്ന് നെറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് പഠിക്കണം. കാരണം ഓൾറെഡി BDS കഴിഞ്ഞ ആളുകൾക്ക് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നിയമം ഓൾറെഡി വന്നത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിരുന്നോ? അങ്ങനെ ഒരു സംഭവം നിയമം വന്നിട്ടുണ്ട്. അവർക്ക് അക്യുപഞ്ചർ പഠിക്കാനുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. അതിൽ ഡെന്റൽ എക്സ്ട്രാക്ഷൻ ഉൾപ്പെടെ അക്യുപഞ്ചർ അനസ്തേഷ്യ ഉപയോഗിച്ച് ഡെന്റൽ എക്സ്ട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പല ഡെന്റൽ ന്യൂറാലജിയെ നമുക്ക് ആ സ്പോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതികളുണ്ട്. കുറെ സംവിധാനങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡിയുടെ ലിങ്ക് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ട് മെഡിക്കൽ സിസ്റ്റമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോട്ടക്കൽ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലാണ്, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ. ഞാനവിടെ 3.5 വർഷത്തോളം വർക്ക് ചെയ്ത ആളാണ്. ഈ ചെമ്മാട് ദയാ ഹോസ്പിറ്റല് ഞാൻ താനൂർ ദയാ ഹോസ്പിറ്റല്, ചെമ്മാട് കൊണ്ടാണത്ത് ഹോസ്പിറ്റൽ, ഞങ്ങൾ ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് ഫുഡ് കെയറിൽ അക്യുപഞ്ചറും മോഡേൺ മെഡിസിനും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 2000 ചില്ലാനത്തോളം കാലുകളെ ആംപ്യൂട്ടേഷൻ പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ നമ്മളെ റെക്കോർഡ്സ് ഉണ്ട്. ഡോക്ടർ സെന്തിൽ കുമാറും ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കോട്ടക്കൽ അൽമാസിൽ നമ്മൾ ICUയിൽ വെച്ചിട്ട് സ്ട്രോക്ക് പേഷ്യൻസിന് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ക്രാനിയൽ ടെൻഷൻ കുറയ്ക്കുന്നതിനെ കുറിച്ചൊരു സ്റ്റഡി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കിയ 3.5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡേൺ മെഡിസിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ട്രൈജുവൽ ന്യൂറാളജിക്ക് ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തതന്നെ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തെ നമ്മളിപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സിസ്റ്റത്തെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ മോഡേൺ മെഡിസിന്റെ ഭാഗമായിട്ട് തന്നെ ലോകത്തൊക്കെ അക്യുപഞ്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് എന്താണ് അതിന്റെ യൂട്ടിലിറ്റി എന്നുള്ളതും എത്രത്തോളം ഇന്റഗ്രേറ്റ്, ഇപ്പം ഇതിൽ അക്യുപഞ്ചറിൽ മെഡിസിൻ ഇല്ല, അതുകൊണ്ട് ഏത് സിസ്റ്റത്തിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾ കഴിക്കുന്ന ഒരു ജീവൻ രക്ഷാ മെഡിസിൻ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം ഹാർട്ട് ഡിസീസിന് മെഡിസിൻ കഴിക്കണ്ടോ? നിങ്ങൾക്ക് തുടരാം, പ്രശ്നമൊന്നുമില്ല. കാരണം ലൈഫിന്റെ റിസ്കിനെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വേറൊരാൾ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ നിർത്താനുള്ള അവകാശം വേറൊരു പ്രാക്ടീഷണർക്ക് ഇല്ല. അതറിയാം, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ബെസ്റ്റ് ഇന്റഗ്രേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു ഈ ആവശ്യമില്ലാത്ത ക്ലെയിമുകൾ വരുമ്പോഴാണ് മെഡിക്കൽ സിസ്റ്റങ്ങൾ തമ്മിലുള്ള അടിയും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആവശ്യമില്ലാത്ത ക്ലെയിം, അലോപ്പതി മരുന്ന് തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ആ കാഴ്ചപ്പാട് സയൻസിനെ പിൻപറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പഠനങ്ങളെയും സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീനെയും കൺട്രോൾഡ് സ്റ്റഡീനെയും ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ മാറ്റി നിർത്തണം. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അക്യുപഞ്ചറും യുനാനിയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. നേരത്തെ ബഷീർ സാറ് പറഞ്ഞു ജെർമി റോസിന്റെ ഒരു പുസ്തകത്തെ കുറിച്ച്, ഈ ആയുർവേദിക് അക്യുപഞ്ചർ, ആയുർവേദവും അക്യുപഞ്ചറുടെ ബന്ധത്തെ പറ്റി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ്, യുനാനിയും അക്യുപഞ്ചറും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം ഞാനൊരു പേഷ്യന്റിനെ പൾസ് ടൈം നോക്കി ഡയഗ്നോസ് ചെയ്ത് വെച്ചു. ആ ഡയഗ്നോസിന്റെ സെയിം പോയിന്റ് ആണ് യുനാനി ഡോക്ടർ ഇവിടെ നോക്കിയിട്ട് പറയുന്നത്, ഞങ്ങളതും ഇത് തന്നെയാണ്, ഡയഗ്നോസിസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. ചൈനീസ് റൂട്ടിൽ ഡയഗ്നോസ് ചെയ്ത് യുനാനി മെഡിസിൻ കൊടുക്കാൻ പറ്റും, യുനാനി രീതിയിൽ ഡയഗ്നോസ് ചെയ്തിട്ട് അക്യുപഞ്ചറും ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഇപ്പോൾ മെഡിസിൻ തൂക്കി എല്ലാ സ്ഥലത്തും നടക്കാൻ പറ്റില്ല. 2 നീഡിൽ പോക്കറ്റിലുണ്ടെങ്കിൽ, നമ്മളൊക്കെ കൽക്കട്ടയിൽ പഠിക്കുന്ന കാലത്ത് 3.5 ദിവസം എടുക്കും ട്രെയിനിൽ ഇവിടുന്ന് ഹൗറ എക്സ്പ്രസിന് കയറുകയാണെങ്കിൽ കൽക്കട്ടയിലെത്താൻ. ട്രെയിനിൻ്റെ അകത്ത് ഒരുപാട് ഇൻസിഡൻസ് നമ്മളെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചൂട് കാലത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, മഞ്ഞുകാലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഒക്കെ മഞ്ഞുകാലത്ത് മോക്സിബേഷൻ, ചൂട് കാലത്ത് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പബ്ലിസിറ്റി നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് തന്നെ ഒരുപാട് നമ്മൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അക്യുപഞ്ചറിന്റെ ഗുണം. നിങ്ങൾക്ക് ഒരു നീഡിൽ പോക്കറ്റിലിട്ടാൽ അത് മതി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. ധാരാളം കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് മറ്റു സിസ്റ്റത്തിൽ കൊണ്ടുപോകാൻ കഴിയും. എല്ലാ സിസ്റ്റംസുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും എല്ലാ മെഡിക്കൽ സിസ്റ്റംസുമായിട്ട് അക്യുപഞ്ചർ ഏത് മെഡിക്കൽ സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മെഡിസിൻ ഇല്ലല്ലോ, നിങ്ങൾക്ക് ഏത് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അക്യുപഞ്ചറിന്റെ ഒരു ഗുണം. അക്യുപഞ്ചറിന് യൂസ് ചെയ്യുന്ന നീഡിൽസ് അത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണോ, അതേപോലെ ഒരു വ്യക്തിക്ക് യൂസ് ചെയ്ത നീഡിൽ അത് വീണ്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിവിടെ ഇപ്പൊ കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ കാര്യങ്ങൾ കൊടുത്തിട്ട് അക്യുപഞ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽ ഒരു കാരണവശാലും വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് സാധാരണഗതിയിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിന് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ WHO ഗൈഡ് ലൈൻ എന്ന് പറയും. WHO ഗൈഡ് ലൈന് എല്ലാ അക്യുപഞ്ചർ ക്ലിനിക്കുകളിലും ഉണ്ടാകണം എന്നാണ് നിയമം. WHO ഗൈഡ് ലൈൻ
ഒന്നുമില്ലല്ലോ. ഇങ്ങനെ പറയുന്നുണ്ട്, സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് കിട്ടുന്നില്ലല്ലോ. ഹലോ, സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല എന്നുള്ള വിവരം അറിയില്ല. സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് ഇല്ല. ഹലോ, കിട്ടുന്നില്ലല്ലോ. ഒന്നുമില്ല, സൗണ്ടും ഇല്ല.